दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं जाटजूटमुखलोचनषट्कं तर्कजटिलषट्शास्त्रज्ञानम् जाटजूटमुखलोचनषट्कं तर्कजटिलषट्शास्त्रज्ञानम् दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं काषायाम्बररागो वर्णः पक्वभक्तिरनुरागो हृदयम् काषायाम्बररागो वर्णः पक्वभक्तिरनुरागो हृदयम् दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं पादुके च तव वदतः कर्म च फलितत्यागं कर्मयोगम् पादुके च तव वदतः कर्म च फलितत्यागं कर्मयोगम् दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं जाटजूटमुखलोचनषट्कं तर्कजटिलषट्शास्त्रज्ञानम् जाटजूटमुखलोचनषट्कं तर्कजटिलषट्शास्त्रज्ञानम् दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं काषायाम्बररागो वर्णः पक्वभक्तिरनुरागो हृदयम् काषायाम्बररागो वर्णः पक्वभक्तिरनुरागो हृदयम् दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं दत्तात्रेयादन्यतुच्छं दत्तात्रेयादन्यदसत्यं पादुके च तव वदतः कर्म च फलितत्यागं कर्मयोगम् पादुके च तव वदतः कर्म च. നമസ്കാരം. ഇനിയുള്ള കുറച്ച് സമയം എത്ര മണി വരെയായിരുന്നു? എത്ര മണി വരെയാ? ആയിക്കോട്ടെ, ഒരു 8 മണി വരെ. അപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഒന്ന് കേൾക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രന്ഥത്തെ മുഴുവൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യം. വളരെ ഗഹനവും ആധ്യാത്മികതയുടെ ഉയർന്ന തലങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പ്രയോജനപ്രദവുമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ദത്താത്രേയ ഗീത, ദത്തഗീത, അവധൂത ഗീത എന്നൊക്കെ പറയുന്ന ഈ ഗ്രന്ഥം. 289 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 8 അധ്യായങ്ങളിലായിട്ടാണ് ഇതിലെ കാര്യങ്ങൾ
അദ്ദേഹം പാടുന്നത്. ഗീത എന്ന് പറഞ്ഞാൽ പാട്ടെന്നൊരർത്ഥമുണ്ട്. അദ്ദേഹം ആനന്ദത്തിൻ്റെ ആ അത്യുന്നത തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസിൻ്റെ സബ്ലൈം ലെവലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ഈ ഗീത. അത് നമുക്ക് കേട്ടാൽ പലർക്കും തലയ്ക്ക് മുകളിലൂടെ പോകും, ഒന്നും മനസ്സിലാവില്ല. അപ്പം നമുക്കിതിൻ്റെ മുഴുവൻ ആഴങ്ങളിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് അസാധ്യമാണെങ്കിലും ഇപ്പോൾ അതിനൊരു തുടക്കം കുറിക്കാൻ നമുക്കിന്ന് സാധിക്കും. അപ്പം ആ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദത്താത്രേയ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അത്രി അനസൂയമാരുടെ മൂന്ന് മക്കളിൽ ഒരാളായിട്ടാണെന്നും ഒരു കഥയുണ്ട്. അതല്ല, 3 പേരും കൂടി ചേർന്ന് ഒന്നായതാണ് എന്ന ഒരു കഥയുമുണ്ട്. പണ്ട് ശീലാവതി എന്ന് പറയുന്ന ഒരു വലിയ പതിവ്രതാരത്നമുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിന് കുഷ്ഠരോഗമായിരുന്നു. അപ്പം അവർ ഈ ഭർത്താവിനെ കൊട്ടയിൽ ചുമന്നുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. കൗശികൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ കൗശികനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ് ഇവർ ചെയ്യുക. വളരെ കുഷ്ഠരോഗിയെ ഇന്നത്തെ കാലത്ത് തന്നെ ചികിത്സിക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്. അന്നത്തെ കാര്യം പറയാനേ ഇല്ല. അപ്പം ഈ കുഷ്ഠരോഗിയെയും കൊണ്ട് ഒരിക്കൽ ഈ ശീലാവതി തലയിൽ ചുമടുമേന്തി ഭർത്താവിനെ കൊണ്ടുപോകുന്ന സമയത്ത് കാറ്റിലൂടെ നല്ല സുഗന്ധം വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഭർത്താവിനൊരു ആഗ്രഹം ആ സുഗന്ധമുള്ള സ്ഥലത്തിലേക്ക് പോകണം എന്ന്. അതൊരു വേശ്യാലയത്തിൽ നിന്നായിരുന്നു ആ സുഗന്ധം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ വേശ്യാലയത്തിലേക്ക് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഒട്ടും മടി കൂടാതെ ശീലാവതി ഈ കൗശികനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. കൗശികൻ ശീലാവതിയുടെ പാതിവൃത്യത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ കൗശികനെ സഹിക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അന്നത്തെ കാലത്ത് ഡൈവോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വളരെ പണ്ടേ തന്നെ ഡൈവോഴ്സ് ചെയ്തേനെ. ഇതുപോലത്തെ ഒരു മാറാരോഗമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് തന്നെ മതി ഡൈവോഴ്സിനൊരു കാരണമാണ്. അതിൻ്റെ കൂടെ ദിനം പ്രതി ഇൻസൾട്ടും കൂടി ആകുമ്പം സംശയിക്കാനൊന്നുമില്ല. പക്ഷേ അക്കാലഘട്ടത്തിലെ സ്ത്രീരത്നങ്ങൾക്ക് അതൊന്നും ഒരു പുത്തൻ ആയിരുന്നില്ല. നമ്മൾ പറയും ആ കാലത്തെ സ്ത്രീകളെല്ലാം അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ഇക്കാലഘട്ടത്തിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ കഥകളാണ് ഭാരത സംസ്കാരത്തിലുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മറന്നുപോവുകയാണ് കുന്തിദേവിയെ, നമ്മൾ മറന്നുപോവുകയാണ് ഗാന്ധാരിയെ, നമ്മൾ മറന്നുപോവുകയാണ് ദ്രൗപദിയെ, ഉജ്ജ്വല, നമ്മൾ മറന്നുപോവുകയാണ് സീതയെ. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവരെല്ലാം ഉത്തമകളായിട്ടുള്ള സ്ത്രീരത്നങ്ങളായിരുന്നു. ഹസ്തിനാപുരി രാജസദസ് മുഴുവൻ ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ നിശബ്ദമായിരുന്നപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് പാണ്ഡവർക്കും ദ്രൗപദിക്കും മോചനം നേടിക്കൊടുത്തത്. അപ്പോൾ ആ സ്ത്രീ, അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടിടത്ത് വേണ്ടതു പറയുവാനുള്ള ആർജവമുണ്ടായിരുന്നു. അവർ കണ്ണുകെട്ടിയത് അടിമത്വം കാരണമല്ല. അങ്ങനെയാണ് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുക. ഇന്നത്തെ ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗാന്ധാരി ഒരടിമയാണ് എന്ന് പറയാം. പക്ഷെ ഗാന്ധാരി അങ്ങനെയല്ല കണ്ടിരുന്നത്. തൻ്റെ ഭർത്താവിന് കാണാൻ സാധിക്കാത്ത ലോകം തനിക്കും കാണേണ്ട എന്ന് പറഞ്ഞ് കണ്ണുകെട്ടുകയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തോന്നാം അത് അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന്. പക്ഷെ അവരുടെ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ അച്ഛന് കാണാൻ പാടില്ലാത്ത ലോകം കാണേണ്ട എന്ന് വെച്ച കാഴ്ചയുള്ള അമ്മ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങൾക്ക് മുകളിലായിരുന്നിരിക്കണം. അങ്ങനെ സ്ത്രീകൾ അവരുടെ സഹനശക്തി കൊണ്ടും, ആ സഹനശക്തി എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കുക എന്നുള്ളതല്ല. ഈ എന്തും സഹിച്ചിരുന്ന ദ്രൗപദിയാണ് മുടി ഞാനിനി കെട്ടില്ലെന്ന് പറഞ്ഞത്. ദുശാസനൻ രാജസദസ്സിലേക്ക് ഒറ്റവസ്ത്രധാരിണിയായിരുന്നപ്പോൾ വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോൾ ഉലഞ്ഞ കൂന്തൽ ഭാരം ഇനി ഞാൻ കെട്ടണമെങ്കിൽ ഏതു കൈകൊണ്ടാണോ എൻ്റെ മുടിക്കുത്തിൽ പിടിച്ചത് ആ ആളുടെ രക്തം കൊണ്ട് കഴുകിയാൽ മാത്രമേ
നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആർജവമുള്ള സ്ത്രീകളാണ്. അത്രയും ആർജവം ഇന്ന് സ്ത്രീകൾക്കുണ്ടോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവരാരും സഹിക്കുകയായിരുന്നില്ല, അവർ സന്തോഷത്തോടുകൂടി അത് അനുഭവിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പം ദ്രൗപദി സഹിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കുന്തിദേവി സഹിക്കുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഗാന്ധാരി സഹിക്കുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? അവർ സന്തോഷത്തോടു കൂടി അത് അനുഭവിക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ശീലാവതിയും. ശീലാവതിക്ക് ഒട്ടും വിഷമം തോന്നിയിരുന്നില്ല ഭർത്താവിന് വേശ്യാലയത്തിൽ പോണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ ശീലാവതിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. കാരണം ശീലാവതിക്ക് വേറെ ആരേക്കാളും നന്നായിട്ട് തൻ്റെ ഭർത്താവിനെ അറിയാം. കൊട്ടന്തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ ഈ ശീലാവതി ചരിതം പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ മോശടനായി ഈ കൗശികൻ. തൊട്ടെന്നാൽ അതും കുറ്റം, തൊട്ടില്ലേൽ അതും കുറ്റം, എടുത്തെന്നാൽ അതും കുറ്റം, എടുത്തില്ലേൽ അതും കുറ്റം, എല്ലാം കുറ്റമായി ഈ കൗശികന്. അതാണ് സന്തോഷത്തോടു കൂടി ശീലാവതി സഹിച്ചത്. ആ ശീലാവതി ഈ കൗശികനെയും കൊണ്ട് വേശ്യാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ശൂലത്തിൽ തറഞ്ഞു കിടന്ന മാണ്ഡവ്യൻ, പണ്ടൊരു തുമ്പിയുടെ വാലിൽ മുള്ളു കോർത്തതിൻ്റെ ഫലമായിട്ട് ശൂലത്തിൽ തറച്ച് കിടക്കപ്പെട്ട മാണ്ഡവ്യൻ ഇത് കാണുകയാണ്. മാണ്ഡവ്യൻ ഇത് ഒട്ടും സഹിച്ചില്ല. മാണ്ഡവ്യൻ ഒരു ശാപം കൊടുത്തു. എന്തൊരു ദുഷ്ടനായ ആളാണിത്. സ്വന്തം ഭാര്യയെ കൊണ്ട് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇയാൾ ചെയ്യുന്നത്. ശപിച്ചു, നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചു പോകട്ടെ എന്ന്, നാളെ സൂര്യോദയത്തോടു കൂടി ഇയാൾ മരിച്ചു പോകട്ടെ എന്ന്. ഇത് കേട്ടപ്പം ശീലാവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നതിൽ ഈ ശൂലത്തിൽ കിടന്ന് പിടയുന്ന ആക്കെന്താ എത്ര വലിയ തൃപ്തി? അയാളെ ഏതോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് കിടന്ന് പെട്ടയാണ്. അയാൾ ശപിക്കുകയാണ്. ഇതിനകത്ത് മനുഷ്യൻ്റെ വേറൊരു മുഖവും കൂടി വ്യാസഭഗവാൻ വരച്ച് കാണിച്ചു തരികയാണ്. താൻ കഷ്ടപ്പെടുമ്പോഴും തന്നെപ്പോലുള്ള കഷ്ടപ്പാടുകൾ ഇനിയുള്ളവർക്കുണ്ടാകാതിരിക്കട്ടെ എന്നല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. താൻ കഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരും ഇനിയും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ മാണ്ഡവ്യൻ. ഇതേപോലെ മറ്റൊരു സംഭവമുണ്ട്. മഹാഭാരതത്തിൽ യുദ്ധം കഴിഞ്ഞ് കിടക്കുകയാണ്. യുദ്ധക്കളത്തിൽ മുഴുവൻ ശവങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ആ സമയത്ത് യുദ്ധം കഴിഞ്ഞിട്ട് അന്തഃപുരത്തിലെ സ്ത്രീരത്നങ്ങളെല്ലാം ഈ കാഴ്ചകൾ കാണാൻ, അവരവരുടെ ഭർത്താക്കന്മാരുടെ ജഡം കാണാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഗാന്ധാരിയുടെ ഒരു വിലാപമുണ്ട്. ഗാന്ധാരി വിലപിച്ചിട്ട് കൃഷ്ണനോടാണ് വിലപിക്കുന്നത്. എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇത് തടയാമായിരുന്നു, കൊല്ലിക്ക എന്നതോ നിനക്കൂ രസമിടോ എന്ന് പറയുന്ന ഭാഗമൊക്കെ അവിടെയാണുള്ളത്. കൃഷ്ണനോട് പറയണം, നിനക്ക് കൊല്ലിക്കുക എന്നുള്ളതാണ് നിന്റെ ഒരു വിനോദം. എന്നിട്ട് ശപിക്കുകയാണ് ഗാന്ധാരി ശ്രീകൃഷ്ണനെ, നിന്റെ കുലവും ഇതുപോലെ തമ്മിലടിച്ചില്ലാതെയാകട്ടെ. ഇപ്പൊ കൃഷ്ണന്റെ ഒരു ചിരിയുണ്ട് അവിടെ. കൃഷ്ണൻ പലപ്പോഴും ഉത്തരം പറയുകയല്ല, ഒന്ന് ചിരിക്കുക മാത്രമേ ഉള്ളൂ. ആ ചിരിയുടെ അർത്ഥം എന്താണെന്നറിയോ? ഇത്രയും അധികം ആൾക്കാർ ഒരു യുദ്ധം കഴിഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും ഇനിയും ഒരു യുദ്ധമുണ്ടായിട്ട് അതിൽ മനുഷ്യർ മരിക്കട്ടെ എന്ന് കരുതുന്ന മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചോർത്താണ് കൃഷ്ണൻ ചിരിച്ചത്. അപ്പോൾ വ്യാസഭഗവാന്റെ കഥകൾ പല തലങ്ങളിലാണ്, ഒരു തലമല്ല. അത് അർജുനൻ്റെ ആവനാഴിയിലെ അമ്പു പോലെയാണ്. ആവനാഴിയിലിരിക്കുമ്പോൾ ഒന്നാണ്, തൊടുക്കാനെടുത്ത് വില്ലിൽ വയ്ക്കുമ്പോൾ അത് 10, വലിക്കുമ്പോൾ അത് 100, തൊടുക്കുമ്പോൾ അത് 1000. അതുപോലെയാണ് വ്യാസഭഗവാന്റെ കഥകൾ. അപ്പോൾ ഈ മാണ്ഡവ്യൻ്റെ കഥ അതേപോലെ തന്നെയാണ്. താൻ ശൂലത്തിൽ കോർത്ത് കിടന്ന് പെട്ടയുമ്പോഴും വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്ന ശാപവചസ്സുകൾ അർപ്പിക്കുന്ന മനുഷ്യനെയാണ് അവിടെ വ്യാസഭഗവാൻ വരച്ച് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ കാണണം. കാരണം നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് അറിയാതെയാണെങ്കിലും പെരുമാറുക. അങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നാണ് ഈ മഹർഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഹനുമാൻ സ്വാമി രാമായണം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം, യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ സ്വാമിയോട് ശ്രീരാമചന്ദ്രസ്വാമി പറയുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. എല്ലാവരോടും നന്ദി പറയുകയാണ്.
ശ്രീരാമചന്ദ്രസ്വാമി തന്നെ സഹായിച്ചതിന് നന്ദി പറയുന്ന കൂട്ടത്തിൽ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, നിന്നോട് എനിക്ക് ഉള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ എൻ്റെ സഹായം വേണ്ടി വരുന്ന ഒരു ഘട്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മളാണെങ്കിൽ എങ്ങനെയാ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കടം ചോദിക്കാൻ ഒരാളുടെ അടുത്ത് ചെല്ലുക എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ ആളുടെ അടുത്ത് ചെന്ന് കടം ചോദിക്കുമ്പം ആ ആളോട് നമ്മൾ എന്താ പറയുക? അങ്ങേക്കും ഇതേപോലെ ഒരാവശ്യം വരുമ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാം എന്നാണ് പറയുക. അങ്ങനെയാണല്ലോ സഹായം ചോദിക്കുമ്പോൾ പ്രത്യുപകാരം ചെയ്യുന്നത്, അങ്ങനെയല്ലേ? അതിൻ്റെ പിന്നിലെ ചിന്തകൾ എപ്പോഴെങ്കിലും ഒന്ന് വിശകലനം ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് ഈ തുച്ഛമായ പണം ചോദിക്കുന്നത് എനിക്ക് ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണ്. അങ്ങേക്കും ഇതേപോലെ നിവൃത്തിയില്ലാതെയാകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ തരാം എന്നാണ് ഈ പറയുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാനോട് പറഞ്ഞത്, നിനക്കൊരിക്കലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. ഭാരതീയ സംസ്കൃതി പരിചയപ്പെടുത്തി തരുന്ന ഈശ്വര സങ്കല്പങ്ങളെല്ലാം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഉത്തമ മാതൃകയിലുള്ളതാണ്. നമ്മളെ എല്ലാവരും ഭഗവാന്മാരെപ്പോഴും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുവാനുള്ള ഇടയുണ്ടാകാതിരിക്കട്ടെ. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ ശ്ലോകം എടുക്കുമ്പം നമുക്കതിനെപ്പറ്റി ഒന്ന് കേൾക്കാം. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇപ്പം തന്നെ നമ്മുടെ സമയം തീർന്നു തുടങ്ങി. പക്ഷെ എന്നാലും ഇത് പറയാതെ പോയാൽ, ഈ ഭാഗങ്ങൾ പറയാതെ പോയാൽ നമ്മളിതൊരു വെറും കഥ മാത്രമാണ് എന്ന് ധരിച്ചു പോകും. ഈ അകത്തൂടെ മഹർഷി നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ വേദനിച്ച് പിടയുമ്പോഴെങ്കിലും, വേദനയുടെ അനുഭവം നാം അനുഭവിക്കുമ്പോഴെങ്കിലും ഇനി ഒരാൾക്കും ഇതുപോലൊരു ഗതി വരാതിരിക്കട്ടെ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കാറ്. മറ്റുള്ളവർക്കും ഇങ്ങനെ തന്നെ വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. അപ്പോൾ ഒരുപാട് കഥകൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലുണ്ട്. അപ്പം മാണ്ഡവ്യൻ ശപിച്ചു. ഈ ശപിച്ചത് ശീലാവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നതിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പണ്ട പോസ്റ്റ്മാൻ ചോദിച്ച പോലെ, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്കാണോ അസുഖം എന്ന് ചോദിച്ച് കത്ത് കയറി കളഞ്ഞതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശീലാവതിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ ആർക്കെങ്കിലും കോപിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് ശീലാവതിക്ക് മാത്രമാണ്, അല്ലാതെ ശൂലത്തിൽ കിടക്കുന്ന ആൾക്കല്ല. ശീലാവതി ഉടനെ അടുത്തത് പറഞ്ഞു, ഞാൻ പതിവ്രതയാണെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ. സൂര്യനാകെ പുലിവാലിലായി. പതിവ്രതാരത്നമായിട്ടുള്ള ശീലാവതി പറഞ്ഞതനുസരിച്ച് ഇനി സൂര്യൻ ഉദിക്കാൻ പറ്റില്ല. സൂര്യൻ ഉദിക്കാതിരുന്നാൽ കാലഗണന തെറ്റും. സൂര്യൻ ഉദിക്കാതിരുന്നാൽ ജീവൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകും. ജീവൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകുന്ന ഘട്ടത്തിലെല്ലാം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടും. ഇപ്പം അങ്ങേര് പ്രത്യക്ഷപ്പെട്ടങ്ങനെ കാണുന്നില്ല. ഒരു ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതെങ്കിലും ബ്രഹ്മാവ് ഇപ്പം ലോകരക്ഷാർത്ഥം ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ആത്മകഥം പറയുന്നുണ്ടാകും. ഒരു തെറ്റുപറ്റി, ഒന്ന് തിരുത്താനുള്ള അവസരമാണ്. ഇപ്പോൾ ഉള്ള എല്ലാവരും ഒന്ന് വൈപ്പ് ഔട്ടായി പോയാൽ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെൻ്റെ ഒരു ധാരണയാണ്. കാരണം ലോകത്തിന് എപ്പം അപകടമുണ്ട് എന്ന് തോന്നിയാലും അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ഇവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് ആലോചിക്കുകയാണ്, ഈ ശീലാവതിയെ ഒന്ന് അനുനയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തുല്യ പാതിവൃത്യമുള്ള വേറൊരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ തുല്യ പാതിവൃത്യമുള്ള മറ്റൊരു സ്ത്രീരത്നം അനസൂയയാണ്. എത്രയോ പതിവ്രതകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവരുടെ വാക്കുകൾ മതിയായിരുന്നു ലോകചലനത്തെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ. അനസൂയയോട് പോയി പറഞ്ഞു. അപ്പം അനസൂയ പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ട്, എന്നാലേ ഞാൻ സമ്മതിക്കുകയുള്ളൂ. എന്താ കണ്ടീഷൻ? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എൻ്റെ ഉദരത്തിൽ മക്കളായി പിറക്കണം. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവരിടയ്ക്കിടയ്ക്ക് വല്ലവരുടെയൊക്കെ ഉദരത്തിൽ പിറക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു പുതിയ ഉദരത്തിൽ പറക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഉടനെ സാങ്ഷനാക്കി അനസൂയ ഇടപെട്ടു. അങ്ങനെ ആ സൂര്യൻ ഉദിക്കാൻ സമ്മതിച്ചു. കൗശികൻ മരിച്ച് വീണ്ടും ആരോഗ്യത്തോടു കൂടി ജീവിച്ചു വരികയാണ്.
അങ്ങനെ അനസൂയയുടെ 3 മക്കളായിട്ട് ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് സോമൻ ചന്ദ്രനും മഹാവിഷ്ണുവിൻ്റെ അംശമായിട്ട് ദത്താത്രേയ മഹർഷിയും ശിവന്റെ അംശമായിട്ട് ദുർവാസാവും ജനിക്കുകയാണ്. അപ്പോൾ ദുർവാസാവും അനസൂയയുടെ പുത്രനാണ്, ചന്ദ്രനും സോമൻ അനസൂയയുടെ പുത്രനാണ്, ദത്താത്രേയ മഹർഷിയും അനസൂയയുടെ പുത്രനാണ്. ഇവർ 3 പേരും കേമന്മാരാണ്. ദുർവാസാവിനെ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. തൊട്ടാ കോപിക്കുന്നയാൾ, ഒരു കാരണവുമില്ലാതെ കോപിക്കുന്ന ഒരാൾ. പക്ഷേ ആ ആൾ എപ്പോഴൊക്കെ കോപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ലോകത്തിന് മംഗളം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ദുർവാസാവ് എപ്പോഴൊക്കെ ആരോടൊക്കെ കോപിച്ചിട്ടുണ്ടോ, ഞാനും നിങ്ങളും കോപിക്കുന്ന പോലെയല്ല, ഞാനും നിങ്ങളും ആരോടെങ്കിലും കോപിച്ചാൽ താളം അവതാളമാകും. ഞാനും നിങ്ങളും ആരോടെങ്കിലും കോപിച്ചാൽ അഡ്രിനാലിൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രഷർ കൂടും എന്നല്ലാണ്ട് വലിയ ഒരു ഗുണവും അതുകൊണ്ടുണ്ടാവാറില്ല. പക്ഷേ ദുർവാസാവ് അങ്ങനെയല്ല. ദുർവാസാവ് ആരോടൊക്കെ കോപിച്ചിട്ടുണ്ടോ അവരെല്ലാം ശ്രേയസ്കരമായ ഒരു പദത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കോപം അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇട്ടാവട്ടത്തിലുള്ള എൻ്റെ കോപമല്ല, സർവാഹംഭാവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് ലോകമംഗളാർത്ഥമാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ട് ശിവന്റെ കോപം അവതരിച്ചതാണ് ദുർവാസാവായിട്ട്. ദത്താത്രേയ മഹർഷി അവധൂതനായിരുന്നു. അവധൂതൻ എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചയാൾ. ഈ ദത്താത്രേയ മഹർഷി അവധൂത ഗീത മാത്രമല്ല രചിച്ചിട്ടുള്ളത്. പരശുരാമൻ 21 വട്ടം ലോകം മുഴുവൻ ചുറ്റി ക്ഷത്രിയരെ നിഗ്രഹിക്കുകയാണ്. ശരിക്കും ജനോസൈഡ് ചെയ്തിട്ടുള്ള ആളാണ് ഈ പരശുരാമൻ. ജനോസൈഡ് മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം മാട്രിസൈഡും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അമ്മയും കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വംശത്തെ, ഈ ക്ഷത്രിയ വംശം, ഒരു വംശത്തെ മുഴുവൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ ജനോസൈഡാണ്. ആ ജനോസൈഡും ചെയ്തിട്ടുണ്ട്, ആ അമ്മയും കൊന്നിട്ടുണ്ട്. ആ ആളെയാണ് നമ്മൾ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. അപ്പോൾ ഈ ദുഷ്ടൻ ഈ ക്ഷത്രിയരെ മുഴുവൻ കൊല്ലുക. എന്തിന് ഈ ക്ഷത്രിയരെ കൊല്ലുന്നതെന്നറിയോ? ലോകത്തിൻ്റെ പാപഭാരം എന്ന് പറയുന്നത് ദുഷ്ടരായിട്ടുള്ള ഭരണാധികാരികളാണ് എന്നാണ്. ദുഷ്ടരായിട്ടുള്ള ഭരണാധികാരികളാണത്രേ ലോകത്തിന് ഭാരമായിട്ടുള്ളത്. സത്യല്ലേ? ഇന്നത്തെ കാലത്തെ ലോകത്തിൻ്റെ മുഴുവൻ ദുരവസ്ഥയ്ക്ക് കാരണം ഭരിക്കുന്ന ഏതാനും ചില നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകളല്ലേ? ആ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ സാധിക്കുകയാണെങ്കിൽ ലോകം ഒരു നല്ല അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? ഇത് മനസ്സിലാക്കിയിട്ടാണ് ഭരണാധികാരികളെ, ദുഷ്ടരായിട്ടുള്ള ഭരണാധികാരികളെ ഇല്ലാതാക്കുമ്പോഴാണ് ലോകം പാപഭാര വിമുക്തമാവുക എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാത്മാവാണ് പരശുരാമൻ. അതുകൊണ്ട് ജനോസൈഡ് അവിടെ പ്രായോഗികമല്ല. അച്ഛൻ ഗുരുനാഥൻ കൂടിയാണ്. ഗുരു എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ ശിഷ്യൻ ബാധ്യസ്ഥനാണ്. ആ ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് അമ്മയെ കൊന്നു. വരം ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ച വരം ഈ അമ്മയെ പുനർജീവിപ്പിക്കാനാണ്. അപ്പോൾ പുത്രസ്നേഹത്തിന് ഒരു ഒട്ടും കുറവില്ല. ഗുരുസ്നേഹം മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ പരശുരാമൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 21 വട്ടം ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച്, ലോകം എന്ന് അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട, ഏതായാലും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ദുഷ്ട ക്ഷത്രിയരെ മുഴുവൻ നിഗ്രഹിച്ചു. ഈ കൊല ഒരുപാട് നടത്തിക്കഴിഞ്ഞാൽ ആരായാലും ശരി അവർക്കൊരു വല്ലാത്ത വിമ്മിഷ്ടമുണ്ടാകും എന്നാണ് പറയുന്നത്. അനുഭവമില്ല, എനിക്ക് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതിന് ഈ ഒരുപാട് കോഴിയെ കൊല്ലുന്നവരെയും ആടിനെ കൊല്ലുന്നവരെയും ഒക്കെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്താൽ മാത്രമേ ഇതൊക്കെ വാസ്തവമാണോ എന്ന് പറയാൻ പറ്റൂ. കാരണം കൊല്ലുന്ന സമയത്ത് ഈ കൊല്ലപ്പെടുന്ന ജീവിയുടെ വെപ്രാളം നമ്മുടെ മനസ്സിൽ എത്ര കഠിന ഹൃദയരാണെങ്കിലും ഒരു ചലനം, ഒരു സംഘർഷത്തെ ഉണ്ടാക്കും. അപ്പം ഈ 21 വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് കൊന്നതിന് ശേഷം അശാന്തനായി തീർന്നു പരശുരാമൻ. അങ്ങനെ പരശുരാമൻ കടലിൽ നിന്ന് കേരള ഭൂമിയെ വീണ്ടെടുത്തു. അത് ഉത്തമരായവർക്ക് ദാനം ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ സംഘർഷാവസ്ഥയ്ക്ക് ഒരു കുറവും വന്നില്ല. അപ്പോഴാണ് അദ്ദേഹം സംവർത്തൻ എന്നൊരു അവധൂതനെ കണ്ടുമുട്ടുന്നത്. സംവർത്തൻ ഇദ്ദേഹത്തിനോട് എന്തൊക്കെയോ പറഞ്ഞു. പരശുരാമനൊന്നും മനസ്സിലായില്ല. അപ്പോൾ പരശുരാമനോട് സംവർത്തൻ പറഞ്ഞു, ഇപ്പം ഇത് കേട്ടാൽ മനസ്സിലാകാവുന്ന ഒരു സ്ഥിതിയിലല്ല നീ. ആരെ പോലെ? നമ്മളെ പോലെ. ഇപ്പം ഈ അവധൂത ഗീത കേട്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു സ്ഥിതിയിലല്ല നമ്മൾ. അപ്പം അതിനെന്ത് വേണം? അതിന് ഉപാസന ചെയ്യണം.
അതുകൊണ്ട് നീ ദത്താത്രേയൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പം ദത്താത്രേയൻ അവിടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് പരശുരാമൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. പരശുരാമനെ ഉടനെ തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് ദീക്ഷിക്കുകയാണ്. 12 വർഷം പരശുരാമൻ ശ്രീവിദ്യാ സമ്പ്രദായം അനുസരിച്ച് കൃത്യമായിട്ട് തനിക്ക് പകർന്നു കിട്ടിയ സമ്പ്രദായം അനുസരിച്ച് മഹാദേവി ത്രിപുരസുന്ദരിയെ പൂജിക്കുകയാണ്. 12 വർഷം കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെടുത്താൽ മതി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയങ്ങൾ വരാൻ തുടങ്ങി. ചില ഗ്രന്ഥങ്ങളിൽ തുളസി കൊണ്ട് ദേവിയെ അർച്ചിക്കാൻ പാടില്ല എന്ന് പറയും. ചില ഗ്രന്ഥങ്ങളിൽ, വിശിഷ്യ ലളിതാ സഹസ്രനാമത്തിലൊക്കെ തുളസി കൊണ്ട് വേണം ശ്രീചക്രത്തെ പൂജിക്കാൻ. അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം പറയുന്നു. ഇതിലെന്താണ് സത്യമുള്ളത് എന്നറിയാൻ അദ്ദേഹം തിരിച്ച് ദത്താത്രേയ മഹർഷി എഴുതി. ദത്താത്രേയ മഹർഷി എഴുതി എന്നപ്പോൾ ദത്താത്രേയ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ ചോദ്യങ്ങൾ ചോദിക്കത്തക്ക വിധത്തിൽ നിന്റെ ബുദ്ധിക്ക് പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നീ ഈ പൂജാ ഉപാസനാദികളെല്ലാം ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഫലം ആയിരിക്കുന്നു, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദത്താത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് ത്രിപുരാരഹസ്യം എന്ന ഗ്രന്ഥത്തിൻ്റെ ജ്ഞാനകാന്ഡം. അത് യോഗവാസിഷ്ടം എന്ന ഗ്രന്ഥവുമായിട്ട് വളരെ സമാനതകളുള്ള ഒരു ടെക്സ്റ്റാണ്. രമണ മഹർഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഈ ത്രിപുരാരഹസ്യം ജ്ഞാനകാന്ഡം. അതും വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ടെക്സ്റ്റാണ്. അതുപോലെ തന്നെ ദത്താത്രേയ മുനി രചിച്ച മറ്റൊരു ടെക്സ്റ്റാണ് ഈ അവധൂത ഗീത. അവധൂതൻ്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നതാണ് ഈ ടെക്സ്റ്റിൽ. 8 അധ്യായമാണ് ഇതിലുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സമയക്കുറവ് മുതൽ ഞാൻ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കയറുകയാണ്, നമുക്ക് അധികം സമയമില്ല. അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ 1-2 ശ്ലോകങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രയേ വിശകലനം ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കി നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ദത്താത്രേയ അവധൂത ഉവാച, അവധൂതൻ പറഞ്ഞു. അവധൂതൻ എന്ന് പറഞ്ഞാൽ ദത്താത്രേയ മുനി പറഞ്ഞു, ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന മഹത് ഭയ പരിത്രാണാത് വിപ്രാണാം ഉപജായത്തെ. ഈശ്വരാനുഗ്രഹാദേവ, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് അദ്വൈത വാസന, അദ്വൈത സമ്പ്രദായത്തിൽ അഭേദ തലത്തിലേക്ക് പോകുവാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള താല്പര്യം ഉണ്ടായാൽ എന്താ ഗുണം? അങ്ങനെയുള്ള താല്പര്യം ഉണ്ടായാൽ മാത്രമേ മഹത്തായിട്ടുള്ള മഹത് ഭയ പരിത്രാണാത്, മഹത്തായിട്ടുള്ള ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക ഈ അദ്വൈത വാസന കൊണ്ട് മാത്രമാണ്. അഭേദ തലത്തെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമേ മഹത്തായിട്ടുള്ള ഭയം ഇല്ലാതെയാവുകയുള്ളൂ. അങ്ങനെ മഹത്തായിട്ടുള്ള ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ വിപ്രന്മാരെന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, പണ്ഡിതന്മാർ, വിപ്രന്മാരായിട്ടുള്ള മനുഷ്യർക്ക്, പണ്ഡിതന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അഭേദ തലത്തെക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസയുണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ പിന്നെയല്ലേ. അപ്പോൾ ഈ അഭേദമായ തലത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ സാധിക്കില്ല. അപ്പം നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് 9 വരെയാണോ? ആകുമ്പോൾ കുറച്ചും കൂടെ എടുക്കാം അല്ലേ, സമയം കൂട്ടി കിട്ടി. അപ്പം അത് അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സമയമേ ഉള്ളൂ എന്ന്. അപ്പോൾ അകത്തുനിന്ന് ഓർഡർ വരും നീട്ടിക്കിട്ടാൻ കൊടുക്കാൻ. അങ്ങനെ നമുക്ക് നീട്ടിക്കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വിസ്തരിച്ച് പറയാം. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അറിവുള്ളവരായിട്ടുള്ള മനുഷ്യർ, ഇതൊക്കെ നമുക്ക് ജെൻഡർ ബയാസോട് കൂടി എടുക്കാൻ പറ്റില്ല. പുംസാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമാണോ? വിപ്രാണാം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമാണോ? വിപ്രൻ എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചിട്ടുള്ള ദ്വിജനെയാണ് വിപ്രൻ എന്ന് വിളിക്കുക. വേദം പഠിച്ചു കഴിഞ്ഞാൽ, ഉപനയനം കഴിഞ്ഞ് വേദം പഠിക്കുമ്പോൾ ദ്വിജനായി തീരും. 3 പേരാണ് ദ്വിജന്മാരുള്ളത്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്. ഇവർ 3 പേരും ദ്വിജന്മാരാണ്. അതിൽ വിപ്രൻ ആരായിരിക്കും? വേദപാരായണാത് വിപ്ര. വേദപാരായണം, അറിവിനെ സ്വാംശീകരിക്കുവാനുള്ള പ്രയത്നം ചെയ്യുന്നത് കൊണ്ടാണ് വിപ്രനായി തീരുക. ഇതൊന്നും ജാതിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ 4 തലത്തിൽ കിടക്കുന്ന ജാതിയല്ല. ഈ 4 ജാതിയും നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്.
ഒരു ഉദാഹരണം എടുത്ത് നമുക്കതൊന്ന് ചിന്തിക്കാം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടര്, ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ ഇനിയൊരു കൂട്ടര്, വൈശ്യർ എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടര്, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൂട്ടര്, ഇതിൽ നാലിലും പെടാത്തവർ അവർണർ എന്ന് പറയുന്ന ഒരു കൂട്ടര്. അങ്ങനെ സമൂഹത്തെ മുഴുവൻ വിഭജിച്ച് തമ്മിലടിപ്പിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാരുടെ ആവശ്യമാണ്. നമുക്കങ്ങനെ ഒരു സ്ഥാപിത താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരാണ് ഈ വിപ്രൻ, അല്ലെങ്കിൽ ആരാണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ? നമ്മളെല്ലാവരും, മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പം പൂജാമുറിയുണ്ട്. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടായിരുന്നില്ല, അമ്പലമായിരുന്നു അവരുടെയൊക്കെ പൂജാമുറി. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. പക്ഷെ ഇപ്പം വീടുണ്ടാക്കുമ്പം അനിവാര്യമായ ഒരു കാര്യമാണ് പൂജാമുറി. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും പൂജാമുറിയുണ്ട്. ആ പൂജാമുറി പൂജയ്ക്ക് വേണ്ടിയിട്ടടിച്ചു വാരി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ശൂദ്രരാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പൂജാമുറി അടിച്ചു വാരി വൃത്തിയാക്കുക. വേറെ ആരെയും, വീട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ടൊരാൾ വന്നു പോകുന്നുണ്ടെങ്കിലും പലരും അവരുടെ പൂജാമുറി അവർ തന്നെയാണ് അടിച്ചുവാരി വൃത്തിയാക്കുക. അത് പവിത്രമായ സങ്കേതമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് അടിച്ചുവാരി വൃത്തിയാക്കുന്നത്. അടിച്ചുവാരി വൃത്തിയാക്കാൻ വിനിയോഗിക്കപ്പെട്ടവര് ശൂദ്രരാണ്. അപ്പോൾ പൂജാമുറി അടിച്ചുവാരി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ശൂദ്രരാണ്. അവിടേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ കടയിൽ പോയിട്ട് ഇന്ന ചന്ദനത്തിരി വാങ്ങിക്കുന്നു, ഇന്ന തിരി വാങ്ങിക്കുന്നു, ഇന്ന ക്വാളിറ്റിയുള്ള എണ്ണ, നെയ്യ് തുടങ്ങിയത് വാങ്ങിക്കുന്നു, നിവേദ്യത്തിന് ഇന്ന പഴം വാങ്ങിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ കൊക്കിനൊതുങ്ങാവുന്നതും നല്ലതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് വ്യവഹാരം ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വൈശ്യരാണ്. തിരിച്ച് ആ പൂജാമുറിയിലേക്ക് വേറെ ഒന്നും കയറി അശുദ്ധമാകാതിരിക്കാൻ ആ പൂജാമുറിയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്ഷത്രിയരാണ്. ആ പൂജാമുറിക്കകത്ത് കയറി വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ബ്രാഹ്മണരാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഈ നാലിൻ്റെയും അംശങ്ങളുണ്ട്. എന്നിലും നിങ്ങളിലും ബ്രാഹ്മണൻ്റെ അംശമുണ്ട്, ക്ഷത്രിയൻ്റെ അംശമുണ്ട്, വൈശ്യൻ്റെ അംശമുണ്ട്, ശൂദ്രൻ്റെ അംശമുണ്ട്. ഇതിലേതിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഇത് നാലും സന്തുലിതാവസ്ഥയിൽ നിന്നാലേ ഒരു സമൂഹം ആരോഗ്യമുള്ള സമൂഹമാവുകയുള്ളൂ. അതുപോലെ ഈ നാലു ഭാവങ്ങളും നമ്മളിൽ സന്തുലിതമായി നിന്നാൽ മാത്രമേ നമ്മൾ പൂർണ്ണരായിട്ടുള്ള മനുഷ്യരായി തീരുള്ളൂ. അതുകൊണ്ട് ഇത് നാല് ഘടകങ്ങളല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള നാലു ഭാവങ്ങൾ മാത്രമാണ്. ഇനി ഇതേ വർണ്ണങ്ങളെ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ മറ്റൊരു ദൃഷ്ടിയിൽ നമുക്ക് നോക്കിയാൽ ഇത് ആധ്യാത്മികമായിട്ടുള്ളൊരു വേർതിരിവാണ്. ശൂദ്രൻ എന്നുള്ള വാക്ക് ശുച് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ശുച് എന്നുള്ള വാക്കിന് ദുഃഖം, ശുചൗ ദുഃഖവും, ദുഃഖം എന്നർത്ഥം. ദുഃഖം അനുഭവിക്കുന്നവരെല്ലാം ശൂദ്രന്മാരാണ്. അതുകൊണ്ടാണ് ഛാന്തോക്യോപനിഷത്തിൽ രൈക്വ മഹർഷിയുടെ അടുത്തേക്ക്, സമയക്കുറവുകൊണ്ടാണ് ഞാൻ ആ കഥയിലേക്ക് മുഴുവൻ പോവാത്തത്, നമുക്കല്ലെങ്കിൽ അവധൂത ഗീത ബാക്കി നിൽക്കും. ഈ ഛാന്തോക്യോപനിഷത്തിൽ രൈക്വ മഹർഷിയുടെ ഒരു കഥയുണ്ട്. ജ്ഞാനശ്രുതി എന്ന് പേരുള്ള ഒരു പേരുകേട്ട രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ കേട്ടാൽ മതി അദ്ദേഹത്തിന് അറിവുണ്ടാവും. കേൾക്കുന്ന മാത്രയിൽ തന്നെ കേൾക്കുന്നതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്ന ആളാണ് ജ്ഞാനശ്രുതി. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കിളികളുടെയും മറ്റും ഭാഷ അറിയാമായിരുന്നു. ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയുമായിട്ട് താതാത്മ്യപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ. ഇപ്പം നമ്മൾ പ്രകൃതിയുമായിട്ട് സമരസപ്പെട്ടല്ല ജീവിക്കുന്നത്. നമ്മളിൽ പലരും ആകാശമധ്യത്തിലാണ് ജീവിക്കുന്നത്. കൊതുക് പോലും അവിടെ കയറി വരികയില്ല. അവിടെ ഒരു ജന്തുവിനെയും നമുക്ക് കാണാൻ പറ്റില്ല. പണ്ടൊക്കെ മക്കളെ കാക്കയെ കാണിച്ചും പൂച്ചയെ കാണിച്ചും പട്ടിയെ കാണിച്ചും ഒക്കെയാണ് അമ്മമാര് വളർത്തിയിരുന്നത്. പ്രകൃതിയുമായിട്ടുള്ള നാഭീബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടം ഇന്നില്ല. ആകാശമധ്യത്തിൽ താമസിക്കുന്നവർക്ക് കാക്കയും പൂച്ചയും പട്ടിയെയും ഒക്കെ കാണിക്കാൻ എവിടെയാണ് സാധിക്കുക? പണ്ട് പ്രകൃതിയെ കാണിച്ചുകൊണ്ടാണ്, ആ പ്രകൃതിയിൽ കാണുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അമ്മ കൊടുക്കുന്ന ഉത്തരങ്ങളിൽ നിന്നാണ് അറിവിൻ്റെ മേഖലകളിലേക്ക് മക്കൾ പടർന്നു കയറിയിരുന്നത്.
അതാണ് കവി പാടിയത്. കവി കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്, ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. കൊച്ചുകുട്ടി പൂമ്പാറ്റകൾ ചെടിയിൽ നിന്ന് പറന്നു പോകുന്നത് കാണുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പൂവും പൂമ്പാറ്റയും തമ്മിൽ വ്യത്യാസമില്ല. 6 മാസം വരെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടും കാണുന്ന പ്രപഞ്ചവുമായിട്ട് വ്യത്യാസമില്ല. ചുറ്റുപാടുകളിലുള്ള ലോകം മുഴുവൻ അവരുടെ പ്രതിബിംബമായിട്ടാണ് അവർ കാണുന്നത്. ഫ്രാൻസിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ലാക്കൻ എന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ലാക്കൻ്റെ അഭിപ്രായമാണ്, ഇതിനൊക്കെ എത്രയോ കാലം മുമ്പ് ലാക്കൻ ഇതൊക്കെ ആധുനിക ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന എത്രയോ കാലം മുമ്പ് നമ്മുടെ മഹർഷീശ്വരന്മാർ ഈ അറിവുകളെല്ലാം നമുക്ക് പകർന്നു തന്നിരുന്നു. അതൊന്നും വായിച്ചറിയുവാനുള്ള സൗമനസ്യം നമ്മൾക്കില്ലാതെയായതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നത് അറിവിൻ്റെ ഖനി തുറന്നു കിട്ടുവാൻ. അവിടെയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അവിടെയാണ് എല്ലാം നല്ലത്. പൊടിയില്ലാത്ത നാട്, എല്ലാം അവിടെയാണ് നല്ലത്. ഇവിടെ ഉള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത് അവിടെ പോകണേ എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ധാരണ അങ്ങനെയാണ്, നമ്മുടെ വിചാരം അവരാണ് എല്ലാം കണ്ടുപിടിച്ചത്. നമ്മളുടെ അറിവുകളെ ഒന്ന് പരിശോധിച്ച് ആ അറിവുകളെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്ന ശ്രമം നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് അന്നുമില്ല, ഇന്നുമില്ല. അത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇപ്പോഴല്ലേ നമ്മൾ കണ്ടെത്തിയത്, ലേബനീസും ന്യൂട്ടണും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കാൽക്കുലസ് ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മാധവാചാര്യൻ കണ്ടുപിടിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സായിപ്പ് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ്. സായിപ്പാണ് അത് നമ്മളോട് പറഞ്ഞത്. സായിപ്പും മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് അതുപോലെയോ അതിലും ശ്രേഷ്ഠരാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഈ ലാക്കൻ പറഞ്ഞതാണ്, ലാക്കൻ അതിന് മിറർ എഫക്റ്റ് എന്ന മറ്റുമാണ് പറഞ്ഞത്. അതായത് ഒരു കൊച്ചുകുട്ടി 6 മാസം വരെ ആ കൊച്ചുകുട്ടിക്ക് ബൗണ്ടറീസ് ഇല്ല. അത് കാണുന്നത് മുഴുവൻ അതിൻ്റെ തന്നെ പ്രതിഫലനമാണ് എന്നാണ് കൊച്ചുകുട്ടി ധരിക്കുന്നത്. ആ കാലഘട്ടം കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ സമാനമാണ്. അത് 6 മാസമാകുമ്പം നമ്മൾ ഓരോരുത്തരും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അച്ഛനാരാ, അമ്മയാരാ, നിൻ്റെ ചീപ്പ്, നിൻ്റെ പട്ടി, നിൻ്റെ കളിപ്പാട്ടങ്ങൾ, അച്ഛൻ നിൻ്റെയാണോ അമ്മ നിൻ്റെയാണോ, അങ്ങനെ പഠിപ്പിച്ച് സർവത്ര പരന്നു കിടക്കുന്ന അഹംബോധത്തെ ചുരുക്കി കൊണ്ടുവന്ന് ഇട്ടാവട്ട ശരീരത്തിലാക്കുമ്പം കൊച്ചുകുട്ടി അതനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ആ ആനന്ദ വിച്ഛേദത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ സന്തോഷമൊക്കെ തേടി അലയുന്നത്. കൊച്ചുനാളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള 6 മാസം കാലഘട്ടം വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആനന്ദാതിരേകത്തെ പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്നുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യരത്രയും. ലാക്കൻ്റെ അഭിപ്രായമാണിത്. ലാക്കൻ പറയുന്നതിന് എത്രയോ കാലം മുമ്പ് ഇതൊക്കെ നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ മലയാളം കവിയുടെ വരികൾ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. കൊച്ചുകുട്ടിക്ക് പൂക്കളും പൂമ്പാറ്റയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അത് പൂക്കളല്ല മക്കളെ, അത് പൂമ്പാറ്റകളാണ്. അങ്ങനെ ലോകത്തെ കാണിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ കാണിച്ച് ആ പ്രകൃതിയുമായിട്ടുള്ള പൊക്കിൽ കൊടി ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചു വളർത്തിയിരുന്നു. അങ്ങനെ ആ കാലഘട്ടമൊക്കെ ഇന്ന് പോയി. ഇന്ന് പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും എന്തിനാണ് നമ്മൾ പക്ഷികളുടെ കാര്യം പറയുന്നത്? കൂടെ താമസിക്കുന്ന മനുഷ്യരുടെ വാക്കുകളുടെ അർത്ഥം കേട്ടു മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ലേ വീടുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. ഭർത്താവ് ഒന്ന് പറഞ്ഞു, ഭാര്യ വേറൊന്ന് മനസ്സിലാക്കി. ഭാര്യ ഒന്ന് പറഞ്ഞു, ഭർത്താവ് വേറൊന്ന് മനസ്സിലാക്കി. ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് പറഞ്ഞു, മക്കൾ ഇനിയൊന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരു കൂട്ടിൽ താമസിക്കുന്നവർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കാലഘട്ടമാണിത്. അപ്പം പക്ഷികളുടെയൊക്കെ ഭാഷ ആർക്കറിയാനാണ്? ഇവിടെ ഇപ്പോഴത്തെ ന്യൂജനില്ലേ, ജെൻസി കുട്ടികൾ, അവരുടെ ഭാഷ കേട്ടാൽ നമുക്കൊരു ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ മനസ്സിലാവില്ല. ഇവരേതോ വിദേശ നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് നമുക്ക് തോന്നും. അവരുടെ പല ഭാഷകളും. അപ്പോൾ അവരുടെ ഭാഷകൾ പഠിപ്പിക്കുന്ന യൂട്യൂബ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികളുമായിട്ട് ആ പ്രായത്തിലുള്ള മക്കളുമൊക്കെ ആയിട്ട് സംവദിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൂടെ വളരുന്ന നമ്മളുടെ മക്കളുടെ ഭാഷ നമുക്കറിയില്ല.
നമുക്ക് പക്ഷികളുടെ ഭാഷ അറിയാവുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ കെട്ടുകഥയാണ് എന്ന് തോന്നിയാൽ അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. അടുത്ത് നിൽക്കുന്നയാളുടെ ഭാഷ മനസ്സിലാവുന്നില്ല, പിന്നെയല്ലേ പക്ഷിയുടെ ഭാഷ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇന്നും ശ്രമിച്ചാൽ നമുക്ക് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ മനസ്സിലാകും. വീട്ടിൽ വളർത്തുമൃഗങ്ങളുള്ളവർക്ക്, ആ വളർത്തുമൃഗങ്ങളോട് സ്നേഹമുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ഭാഷ നമുക്ക് ഭാര്യയുടെ ഭാഷയെക്കാളും ഭർത്താവിൻ്റെ ഭാഷയെക്കാളും മക്കളുടെ ഭാഷയെക്കാളും നന്നായിട്ടറിയാം. സ്നേഹമുള്ളിടത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പറയുന്നത് എന്താണെന്ന് മനസ്സിലാകും. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ പോയി. ഇപ്പം എല്ലാവരും ചുരുങ്ങി 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 ഒരു ചെറിയ ദ്വീപിനകത്ത് പെട്ടിരിക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല, വിശാലരായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനശ്രുതിക്ക് പക്ഷികളുടെ ഭാഷ കേട്ടാൽ മനസ്സിലാവും. അപ്പം പക്ഷികൾ വൈകുന്നേരം ആയപ്പം തിരിച്ച് കൂട്ടിലേക്ക് മടങ്ങുമ്പം 2 പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്നത് മട്ടുപ്പാവിൽ നിന്ന് ഇദ്ദേഹം കേൾക്കുകയാണ്. അതിലൊരു പക്ഷി മറ്റേ പക്ഷിയോട് പറയുകയാണ്, കണ്ടില്ലേ, മഹാത്മാവായിട്ടുള്ള ജ്ഞാനശ്രുതിയാണ് ആ നിൽക്കുന്നത്, ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ജ്ഞാനശ്രുതിയെ പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ മറ്റേ പക്ഷി ഈ ജ്ഞാനശ്രുതിയെ പുകഴ്ത്തിയ പക്ഷിയോട് പറയാണ്, ഇയാളൊന്നും ആയിട്ടില്ല, അതൊക്കെ ആ രൈക്കോ മഹർഷി, അദ്ദേഹത്തിൻ്റെ അത്ര ഗാംഭീര്യവും മാഹാത്മ്യവും ഒന്നും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന് ആകെ കേട്ടപ്പോൾ വിഷമമായി. നമുക്കും ആയാലും വിഷമം ഉണ്ടാവില്ലേ? നമ്മളെ പൊക്കുന്നത് കേട്ടാൽ ആരായാലും നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ ആരെങ്കിലും താഴ്ത്തി ഇകഴ്ത്തി പറയുന്നത് കേട്ടാൽ ജ്ഞാനശ്രുതി ആയാലും ഗിരീഷ് കുമാർ ആയാലും ഒക്കെ ഒരേ എഫക്റ്റ് ആയിരിക്കും, അത്ര ഇഷ്ടപ്പെടില്ല. അദ്ദേഹം പിന്നെ ഗിരീഷ് കുമാറിനേക്കാൾ കുറച്ചുകൂടി വിശാലനായതുകൊണ്ട് ആരായി രൈക്കോ മഹർഷി എന്നൊന്ന് അന്വേഷിക്കാൻ പറ്റും. അങ്ങനെ ഭടന്മാർ പല സ്ഥലത്തും ഈ രൈക്കോ മഹർഷിയെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഒരു ഉന്തുവണ്ടിയുടെ ചുവട്ടിൽ ചൊറിയും കുത്തി അഴുക്കായിട്ടുള്ള വസ്ത്രം, അവധൂതനാണ് അദ്ദേഹത്തെയാണ് കാണുന്നത്, ചൊറിയും കുത്തി ഇരിക്കുക അവിടെ. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, മഹാരാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവധൂത ഗീതയിൽ ദത്താത്രേയൻ്റെ അഭിപ്രായങ്ങളെ അനുരണനം ചെയ്യത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ രൈക്കോ മഹർഷിയുടെ അഭിപ്രായങ്ങളെ അനുരണനം ചെയ്യത്തക്ക വിധത്തിലാണ് അവധൂത ഗീത എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്ത് രാജാവ്, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. അപ്പം ജ്ഞാനശ്രുതിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ജ്ഞാനശ്രുതിക്ക് അറിയുവാനുള്ള താല്പര്യമാണ് ഉള്ളത്. അറിയുവാൻ താല്പര്യമുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അറിഞ്ഞു എന്ന് കരുതുന്നവർക്ക് മാത്രമേ അഹങ്കാരം ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാനുള്ള താല്പര്യമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഒരു മടിയും കൂടാതെ ഈ രൈക്കോ മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ രൈക്കോ മഹർഷിയുടെ അടുത്തേക്ക് വരുന്ന ജ്ഞാനശ്രുതി, രാജാവ് ക്ഷത്രിയനാണേ, ക്ഷത്രിയനായ ജ്ഞാനശ്രുതിയെ കണ്ടിട്ട് ഈ ഉന്തുവണ്ടിയുടെ ചുവട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന രൈക്കോൻ വിളിക്കുകയാണ്, ഹേ ശൂദ്ര. ഛാന്തോക്യ ഉപനിഷത്തിലുള്ളതാണ്. അപ്പം ശൂദ്രൻ എന്നുള്ള വാക്ക് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ജാതി കൽപ്പനകൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ തെറ്റും. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ശുച് ദുഃഖവും, ദുഃഖിക്കുന്നവൻ ആണ് ഈ ശൂദ്രൻ. ദുഃഖം എപ്പോഴാണ് ഉണ്ടാവുക? ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭേദചിന്തയുള്ളപ്പോഴാണ് ദുഃഖമുണ്ടാവുക. ദുഃഖം, ഭയം ഇതൊക്കെ ഉണ്ടാവുക ഭേദചിന്തയുള്ളപ്പോഴാണ്. 2 എന്ന ചിന്ത ആർക്കുണ്ടോ അവരെല്ലാം ശൂദ്രരാണ്. ഏത് ജാതിയിൽ പറന്നു എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. ദുഃഖിക്കുന്നുണ്ടോ, ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, ഭേദതലത്തിലാണോ ലോകത്തെ കാണുന്നത്? മറ്റു മനുഷ്യരെയൊക്കെ കാണുമ്പോൾ തൻ്റെ തന്നെ ഭാഗമാണ് എന്ന് തോന്നുന്നില്ലേ? എങ്കിൽ ശൂദ്രരാണ്. മനുഷ്യരെ കാണുമ്പോഴെങ്കിലും നമ്മൾ ഒരു കുലത്തിൽപ്പെട്ടവരാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പ്രേമസംഗീതത്തിൽ ഉള്ളൂര് പാടിയത്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. സത്യല്ലേ? അടുത്ത് നിൽക്കുന്ന സഹോദരനെ, സഹോദരിയെ കാണാൻ കഴിവില്ലാത്ത ഒരാളുടെ കണ്ണുകൾക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യമാണുള്ളത്? അപ്പം ഭേദതലത്തിൽ നിൽക്കുന്നവർ ആരാണെങ്കിലും ഇമ്മെറ്റീരിയൽ, അവർക്ക് ഉപാസനയുണ്ടോ, അവർ പൂജ ചെയ്യുന്നുണ്ടോ, അവർ 5-8 മണിക്കൂർ കണ്ണുടച്ച് മൂക്കും പിടിച്ചിരിക്കുകയാണോ, അതൊന്നും വിഷയമല്ല. ഭേദതലത്തിലാണോ ജീവിക്കുന്നത്? എങ്ങനെയാ ഭേദതലത്തിലാണോ ജീവിക്കുന്നത് എന്നറിയാം. അവരുടെ ജീവിതത്തെ ഒന്ന് മാറി നിന്ന്
വിമർശനാത്മകമായി വിശകലനം ചെയ്താൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. വിമർശനാത്മകമായി വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട. വിമർശനാത്മകമായ വിശകലനം അനിവാര്യമാണ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് മുന്നേറാൻ. വിമർശനാത്മകമായിട്ടുള്ള വിശകലനം, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ക്രിറ്റിസിസമാണത്. പക്ഷെ അത് നെഗറ്റീവ് ക്രിറ്റിസിസം അല്ല, പോസിറ്റീവ് ക്രിറ്റിസിസമാണ്. നമുക്കറിയാവുന്ന ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ക്രിറ്റിസിസം മാത്രമാണ്. അപ്പുറത്ത് നിൽക്കുന്നവർ എന്തു ചെയ്താലും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിതണ്ഡവാദികൾ. 4 തരത്തിലാണ് വാദങ്ങളുള്ളത്: സംവാദം, വാദം, ജൽപ്പം, വിതണ്ഡം. അതിൽ സംവാദം എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള വാദം, അറിയാൻ വേണ്ടിയിട്ടുള്ള ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ അറിയാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അത് സംവാദം. സമന്മാർ തമ്മിലുള്ള ഡയലോഗ്, അത് വാദം. ഞാൻ പറയുന്നതാണ് ശരി എന്ന് സമർത്ഥിക്കാൻ വേണ്ടി, നിങ്ങൾ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള വാദം, ജൽപ്പം. നിങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് തെറ്റായിരിക്കുമെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനുള്ള വാദം, അതാണ് നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം കാണുന്നത്. അത് വാദമല്ല, അതിനെ സംവാദം എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുകയാണ്. അതിനെ ശരിക്കും വിളിക്കേണ്ട പേര് വിതണ്ഡം എന്നാണ്. നിങ്ങളാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ കോൺഗ്രസ് എതിർക്കും, കോൺഗ്രസ് പറഞ്ഞാൽ BJP എതിർക്കും. സത്യമാണോ, ഉള്ളതാണോ, ഇല്ലാത്തതാണോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തെറ്റായിരിക്കും. അത് വിതണ്ഡം. അപ്പം അതുകൊണ്ട് ആ വിതണ്ഡവാദം അല്ല ആധ്യാത്മികതയിൽ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക, സത്യത്തെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള വിമർശനമാണ് ആധ്യാത്മികത. അതുകൊണ്ടാണ് ഗീത അവസാനിപ്പിച്ച സമയത്ത് പരബ്രഹ്മസ്വരൂപിയായ ശ്രീകൃഷ്ണൻ താൻ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും സത്യമാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അദ്ദേഹം അർജുനനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ കേൾക്കണം എന്നല്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാമായിരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവിനേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരു ഗുരു വേറെ ഉണ്ടാവുകയില്ല. അത്രയും ഉദാത്തനായിട്ടുള്ള ഗുരുവര്യൻ അർജുനന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തതിന് ശേഷം, മുഴുവൻ ചോദ്യങ്ങൾക്കും, ഒറ്റ ചോദ്യത്തിൽ നിന്ന് പോലും അദ്ദേഹം ഒളിച്ചോടിയില്ല. ഒറ്റ ചോദ്യം ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞില്ല ആവശ്യമില്ലാത്തത് ചോദിച്ചാൽ തല പൊട്ടിപ്പോകും എന്ന്. ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി കൊടുത്തു. താൻ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് ഉത്തമ ബോധ്യമുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് 18ാമത്തെ അധ്യായത്തിൽ അവസാനം പറയുന്നത്, വിമർശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാ ഗുരു. ഈ പറഞ്ഞു കേട്ടതിനെ അല്ലയോ അർജുന നിന്റെ ബുദ്ധിയാകുന്ന മൂശയിലിട്ട് വിമർശന വിധേയമാക്കി. വിമർശനം വിശേഷേണയുള്ള ആമർശനം, ആമർശനം ചിന്ത, വീണ്ടും വിചാരത്തിനും പുനർവിചിന്തനത്തിനും വിധേയമാക്കിയിട്ട് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുവാൻ വേറെ ഏതു സംസ്കൃതിയിലുണ്ട് ഇത്രയും ഉദാത്തമായ ഒരു ഗുരുസങ്കല്പം? ബാക്കി എല്ലാവരും പറയുന്നത് എന്താ? ഇപ്പോഴത്തെ ആധുനിക യൂട്യൂബ് ഗുരുക്കന്മാരും അത് തന്നെയാണ് പറയണത്. ഞാൻ പറയുന്നത് പോലെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുക, ഞങ്ങൾ മുനിമാരാണ്, ഞങ്ങൾ യോഗികളാണ്, ഞങ്ങളെ അങ്ങനെ ചെയ്താൽ, ഞങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾ ഭസ്മമാകും. വെറുതെ പറയണത് അത്. അങ്ങനെ നോക്കിയാലൊക്കെ ഭസ്മമാകുമെങ്കിൽ, ആക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ട്രംപിനെയോ പുട്ടിനെയോ ഒക്കെ ഒന്ന് നോക്കിയാൽ, ആ നെതന്യാഹുവിനെ ഒന്ന് നോക്കിയാൽ, ഇറാൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഖമേനിയെ ഒന്ന് നോക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അങ്ങനെ ഭസ്മീകരിക്കാൻ കഴിവുള്ളവർ, പ്രാഗി ബുദ്ധിമുട്ടിക്കാൻ കഴിവുള്ളവർ, ഇവരെയൊക്കെ ഒന്ന് പ്രാഗി ഇല്ലാതാക്കി കാണിക്കട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. സാധുക്കളായ നിത്യജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടുവാൻ കഴിയാതെ വലയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വേവലാതികളെ ഭയത്തിനു വിധേയമാക്കിയിട്ട് മുതലെടുക്കുന്നവരാണ് ഇവരിൽ പലരും. ഇങ്ങനെയുള്ളവരുടെ കച്ചവടക്കെണികളിൽ പെടാതിരിക്കുകയും വേണ്ടത് ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടാണ്. അപ്പം ആ ഭാരതീയ സംസ്കൃതിയുടെ പ്രാധാന്യം എന്താ? ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നരകത്തിൻ്റെ വർണ്ണനയല്ല. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വക്താവിനുള്ള സ്വാതന്ത്ര്യം ശ്രോതാവിനുമുണ്ട് എന്ന് ഉച്ചൈസ്തരം ഘോഷിച്ച ലോകത്തെ ഏക സംസ്കാരം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഭാരതീയ സംസ്കാരം. ഭാരതീയ സംസ്കാരത്തിനകത്ത് ഹിന്ദുമതം മാത്രമല്ല വരിക, ബുദ്ധമതം വരും, ജൈനമതം വരും, ആജീവിക മതവും വരും. ഈ മതങ്ങളുടെ എല്ലാം കൂടി സങ്കലനത്തെയാണ് ഭാരതീയ സംസ്കൃതി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവാണത് പറഞ്ഞത്.
ഞാൻ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അല്ലയോ അർജുന നിന്റെ തല തെറിച്ചു പോകും എന്നല്ല പറഞ്ഞത്. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് വിമർശന വിധേയമാക്കി കേൾക്കുക. അങ്ങനെ വിമർശന വിധേയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങൾ എന്തു പറയുന്നു, ഞാൻ എന്തു പറയുന്നു എന്നുള്ളതല്ല, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ വാക്കുകൾ, നിങ്ങൾക്ക് എന്നെ ഈ 9 മണിവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്തിനിടയിൽ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കുന്നതാണോ എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിമർശനാത്മകമായി വിശകലനം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങേരുടെ താടിയും മുടിയും ഒക്കെ കണ്ട് അതിൻ്റെ വെളുപ്പും ഒക്കെ കണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കേട്ടുപോയതാ. ആരാണതിന് ഉത്തരവാദി? നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ പറയുന്ന ഭംഗിയായ വാക്കുകളുടെ വാചാലതയിൽപ്പെട്ട് മയങ്ങരുത്. ഇത് കേട്ട് ശീലം കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും നന്നായിട്ട് പറയാനൊക്കെ സാധിക്കുന്നത്. അത് ശീലിച്ചാൽ ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യം മാത്രമാണിത്. അതുകൊണ്ട് ഈ വാക്കുകളിൽപ്പെട്ട് ഭ്രമിക്കരുത്. ഇതിനെ വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യണം. വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്താൽ ഇവിടെയുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷവും ഭേദതലത്തിൽ ജീവിക്കുന്നവരാണ്. അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവർ ഭേദതലത്തിൽ ജീവിക്കുന്നവരാണ്. ഭേദതലത്തിൽ ജീവിക്കുന്നവരാരാ? ദുഃഖമുള്ളവർ, ഭയമുള്ളവർ. മഹത് ഭയം എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ വെച്ചു. മഹത് ഭയം എന്താ? മരണഭയം. അതാണ് ഏറ്റവും വലിയ ഭയം. ഞാൻ ഇല്ലാതെയാകുമോ എന്നുള്ള പേടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേടി. അത് ഞാൻ നിങ്ങളിൽ നിന്ന് വേറെയാണ് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ആ ഭയമുണ്ടാകുന്നത്. ഭേദതലത്തിലുള്ളത് ശൂദ്രൻ. കുറേ കാലം ദുഃഖം അനുഭവിച്ച് ഈ സംസാര സാഗരത്തിൽ ഉഴറിക്കഴിയുമ്പോൾ ആർക്കായാലും ഒരു തോന്നലുണ്ടാവും, ഇങ്ങനെയല്ലാതെ ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർ ചിലർ ഗുഹകളിലേക്കും കാടുകളിലേക്കുമൊക്കെ പോവും. അപ്പോൾ അവർ ജീവിതത്തെ ഉപേക്ഷിച്ച് പോവാണ്. ജീവിതത്തെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് വേറൊരു തലത്തിൽ ജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ചോദ്യം പ്രസക്തമല്ല. അതായത് ലോകം ഉപേക്ഷിച്ച് ഹിമാലയത്തിൻ്റെ കൊടും തണുപ്പത്തോ കൊടും വനങ്ങളുടെ ഇടയിലോ പോയി ജീവിച്ചാലാണ് വേറൊരു തലത്തിൽ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതൊരു ചിന്ത മാത്രമാണ്. കാരണം ഹിമാലയത്തിലെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എന്ത് സങ്കല്പം വേണമെങ്കിലും ഉണ്ടാക്കാം. ആ സങ്കല്പം ശരിയാണോ എന്നറിയണമെങ്കിൽ എന്തു വേണം? സാധാരണ മനുഷ്യരുമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഇടപെടണം. സാധാരണ മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോഴേ നമ്മൾ ആർജിച്ച ഗരിമ ശരിക്കുമുള്ളതാണോ എന്ന് നമുക്ക് ബോധ്യം വരികയുള്ളൂ. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. നീം കരോളി ബാബ എന്ന് പറഞ്ഞ് മറ്റൊരു അവധൂതൻ. ഇതൊക്കെ അവധൂതന്മാരാണ്. ഭാരതം അങ്ങനെ വലിയ അവധൂതന്മാരാൽ സമ്പന്നമായിരുന്നു. നീം കരോളി ബാബ, അദ്ദേഹത്തെ കണ്ടെത്തിയത് ഒരു അമേരിക്കൻ പ്രൊഫസറാണ്. ആ അമേരിക്കൻ പ്രൊഫസർ ഇപ്പം രാംദാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ രാംദാസ് ആണ് നീം കരോളി ബാബയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ മഹത്തുക്കളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തവർ ഈ വിദേശികളാണ്. പോൾ ബ്രണ്ടൻ ആണ് രമണ മഹർഷിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മോറിസ് ഫ്രീമാൻ ആണ് നിസർഗദത്ത് മഹാരാജിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വിവേകാനന്ദ സ്വാമി വിദേശത്തു പോയി വിദേശികൾക്ക് താല്പര്യമുണ്ടായപ്പോഴാണ് സ്വദേശികളായ നമ്മൾക്ക് രാമകൃഷ്ണ പരമഹംസരിൽ താല്പര്യമുണ്ടാകുന്നത്. അതേപോലെ നീം കരോളി ബാബയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് രാംദാസാണ്. ഈ നീം കരോളി ബാബയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കഥയുണ്ട്. ഇതൊക്കെ നടന്ന കഥകളാണ്. ഇപ്പം നീം കരോളി ബാബയുടെ ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നീം കരോളി ബാബയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം ഇദ്ദേഹം പിന്നെ വരാം എന്ന് പറയും. പോവാറില്ല. ഗണപതിയെ കുബേരൻ പണ്ട് ശിവൻ്റെ അടുത്ത് ചെന്ന് ശിവനെ തൻ്റെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചതുപോലെ. ഞാൻ വിഷയത്തിൽ നിന്ന് വഴി വിട്ടിട്ടില്ല, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചെത്തും. ഞാൻ ശ്രുതിയിലും ശൂദ്രനിലും എത്തും. പക്ഷെ അത് ഭാരതത്തിലെ കഥ പോലെയാണ്.
ഭാരതത്തിലെ കഥയിൽ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഉടനെ അടുത്ത കഥയിലേക്ക് പോകും, പിന്നെ അടുത്ത കഥയിലേക്ക് പോകും, പിന്നെ തിരിച്ചു വരുള്ളൂ. ഇപ്പം ഈ അടുത്ത കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമായിരിക്കും. നമ്മുടെ ഉള്ളിലെല്ലാം ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ് സൈക്കോളജിയിൽ മറ്റൊരു വിഭാഗമുണ്ട്. ട്രാൻസാക്ഷണൽ അനാലിസിസ്, TA എന്ന് വിളിക്കുക. അതനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൊരു ശിശുവുണ്ട്. ആ ശിശുവിന് കഥ കേൾക്കാനും പറയാനും വലിയ താല്പര്യമാണ്, എത്ര മുതിർന്നവരാണെങ്കിലും. വാസ്തവമാണല്ലോ, അയൽവക്കക്കാരെക്കുറിച്ച് എന്തൊക്കെ കഥകളാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത്, അയൽവക്കക്കാരെക്കുറിച്ചുള്ള എന്തൊക്കെ കഥകളാണ് രസിച്ച് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ കഥ ഉണ്ടാക്കാനും കഥകൾ രസിച്ച് കേൾക്കുവാനുമുള്ള താല്പര്യം പ്രായഭേദമന്യേ എല്ലാവർക്കുമുണ്ട്. അതൊക്കെ സത്യമാണ്. അപ്പം ഈ കുബേരൻ ധനികനാണ്, വലിയ ധനികനാണ് കുബേരൻ. കുബേരനാകട്ടെ വലിയ ശിവഭക്തനുമാണ്. എന്നും കൈലാസത്തിൽ പോയി ശിവനെ നേരിട്ട് കണ്ട് ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ചിലരിൽ ഒരാളാണ് ഈ കുബേരൻ. അപ്പം ഈ ശിവനെ കണ്ടാലോ ആരാധിക്കാനൊക്കെ എല്ലാവർക്കും തോന്നും. ആയിത്തീരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ശിവൻ ദരിദ്രവാസി, ഉടുക്കാനും ഒന്നുമില്ല. പാർവതീദേവി കോസ്മെറ്റിക്സ് ഒക്കെ അണിയുമ്പം അത് കണ്ടിട്ടുള്ള താല്പര്യം കൊണ്ടാണെന്ന് തോന്നുന്നു. പാവത്തിന് അണിയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ശവഭസ്മം എടുത്ത ടാൽക്കം പൗഡർ പോലെ മേത്ത് മുഴുവൻ എടുത്തത്. കുളിച്ചിട്ട് കാലം കുറേ ആയി. ആരോ കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ കുറേ കാലം കുളിച്ചില്ലേ, വെള്ളം താഴോട്ടല്ലേ വരിക, മുകളിലോട്ടാക്കുക. അപ്പോൾ കുളിച്ചിട്ട് കാലം കുറേ ആയി എന്ന് കണ്ടപ്പം ആരോ തലയെ കുറച്ച് വെള്ളം കോരി ഒഴിച്ചു, അത് പുറത്തോട്ട് വന്നു. 2 കണ്ണുള്ളവരെ തന്നെ കാണാൻ വലിയ ചേലൊന്നുമില്ല. അപ്പോഴാണ് മൂപ്പർക്ക് 3 കണ്ണ്, വിരൂപാക്ഷൻ എന്നാ പേര്. 3 കണ്ണുള്ളവൻ. 2 കണ്ണുള്ള നമ്മളെയൊക്കെ തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പം 3 കണ്ണുള്ള ആളുടെ ഉടുക്കാനും ഒന്നുമില്ല, കഴിക്കാനും ഒന്നുമില്ല, ആ തുണിയില്ല. അങ്ങനെ കണ്ടാലൊരു ദരിദ്രവാസി. അപ്പോൾ കുബേരൻ എന്നും ഭക്തിയൊക്കെ ഉണ്ട്. കുബേരൻ എന്നും തൊഴുമ്പം കുബേരൻ്റെ മനസ്സിലൊരാഗ്രഹം, ഇങ്ങേരെ ഒന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ പത്രാസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്കുണ്ട് ഇതേപോലെ ആഗ്രഹങ്ങൾ. നമ്മൾ തന്നെയാണ് ഈ എല്ലാ കഥാപാത്രങ്ങളും. ഇതൊക്കെ ഏതോ ലോകത്താരോ ആണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമ്മളുടെ ഓരോ ഭാഗങ്ങളാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതുണ്ട് എന്ന് കാണിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ കുബേരൻ്റെ ഒരു ചെറിയ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങളെല്ലാം ചിരഞ്ജീവികളാണ്. ഈ കഥാപാത്രങ്ങളെല്ലാം സാർവകാലികമാണ്, ഏതു കാലത്തും ആനുകാലികമാണ്. നമ്മളിലൂടെ ഇവരെല്ലാം ജീവിക്കുകയാണ്. അപ്പോൾ പത്രാസ് കാണിക്കാൻ കിട്ടുന്ന സമയം ആരായാലും കളയുകയില്ല. അപ്പം ഇങ്ങേർക്ക് തോന്നി ഇങ്ങേരെ ഒന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് പ്രൗഢി ഒന്ന് കാണിച്ചു കൊടുക്കാം. വലിയ ഈശ്വരനാണെന്നാണ് പറയണത്, മുപ്പാരിനുമുടയവനാണെന്നാണ് പറയണത്. എന്നാൽ ഈ മുപ്പാരിനുമുടയവൻ ആണ് സാക്ഷാൽ പർവ്വതനന്ദിനി അദ്ദേഹത്തെ ഭർത്താവായിട്ട് ലഭിക്കുവാനാണ് തപസ് ചെയ്തത്. അപ്പം എന്തോ ഒരു കേമത്വം ഇയാളിലുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീരത്നം ഇതുപോലെ പ്രാകൃതനായ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമോ? തപസ് ചെയ്യുമോ? ഇത് തപസ് ചെയ്തിട്ടാണ് കിട്ടിയത്, വെറുതെ പോയി കിട്ടിയതല്ല, വെറുതെ ചോദിച്ചപ്പോൾ കിട്ടിയതല്ല, തപസ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പം എന്തോ ഒരു വിശേഷതയുണ്ട്. അപ്പം ആ ക്വാളിറ്റി, തൻ്റെ ഉള്ളിലുള്ള ആ ഗുണത്തെ ഒരു പക്ഷേ ശിവന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പത്രാസും പ്രൗഢിയൊക്കെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ടൊന്നും ശിവൻ പോകുന്നില്ല. സഹിക്കാൻ വയ്യണ്ടായി. ഒന്ന് വരുമോ എപ്പോൾ കാണുമ്പോഴും ചോദിക്കും. അവസാനം പറഞ്ഞു, ശരി എന്നാ കുബേര, ഞാൻ വരികയില്ല, എൻ്റെ മകനുണ്ട് ഒരാൾ, വരികയില്ല എന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മടിത്തട്ടിൽ സദാ നേരം ഇരിക്കുന്നത് പാർവതിയാണ്. അതൊന്ന് ഇറങ്ങി കൊടുത്താലല്ലേ ഇങ്ങേർക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങേർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മടിയിലെ ആ ഭാരം തൽക്കാലത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കണം. പക്ഷെ ഇറക്കി വെക്കാൻ പറ്റില്ല. ശിവനും ശക്തിയും അഭേദമാണ്. അതുകൊണ്ട് ശക്തിയെ ശിവനിൽ നിന്ന് ഭേദിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ശക്തി വിചാരിക്കാതെ ശിവന് ചലിക്കാൻ പറ്റില്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിത്തുമപ്പി. ഒന്ന് അനങ്ങാൻ പോലും ശിവന് പറ്റിയല്ല. വളരെ ശരിയല്ലേ? എന്നിട്ട് നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ പറയുകയാണ്, അവർ മുഴുവൻ ആൻറ്റി സ്ത്രീകളായിരുന്നു. ഈ പാർവതി വിചാരിക്കാതെ മൂപ്പിലാനൊന്നും അനങ്ങാൻ പറ്റുകയില്ല. ഇനി ഒരാളുണ്ട്, പാൽക്കടലിൽ കിടക്കുന്ന ഒരാൾ, അയാളുടെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന ലക്ഷ്മി ഒന്ന് അനങ്ങാതെ അയാൾക്ക് പാവം എഴുന്നേക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നിട്ട് പറയാണ് ഇതൊക്കെ ആൻറ്റി ഫെമിനിസ്റ്റുകളാണ്. ഇതൊക്കെ കാണാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ സ്ത്രീ വിചാരിക്കാതെ ശിവശക്തിയായുക്തോ, ശക്തിയോട് ചേർന്നാൽ മാത്രമേ ശിവൻ അനങ്ങാൻ പോലും പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആരെ ആരാധിക്കേണ്ടത്? ശിവനെ അല്ല, ശക്തിയെ.
അതാണ് ശങ്കര ഭഗവത്പാദരുടെ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആർക്കാണ് ദേവിയെ ആരാധിക്കാൻ സാധിക്കുക? കഥം അകൃതപുണ്യപ്രഭവതി. ചെയ്യപ്പെടാത്തതായിട്ടുള്ള പുണ്യസഞ്ചയങ്ങളുള്ളവർക്കാർക്കാണ് ദേവിയെ ആരാധിക്കാൻ സാധിക്കുക? നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ അനവധി ജന്മങ്ങളിൽ പുണ്യം ചെയ്തവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശിവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇനി വരണമെങ്കിൽ 36 എന്താ പറയുക അനുവാദം വാങ്ങിക്കണം. ഇതൊക്കെ വലിയ പണിയാണ്. ചോദിച്ചാൽ 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. ഞാനൊന്ന് കുബേരൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പാർവതി 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അത് വേണ്ട, അതുകൊണ്ട് ഞാനില്ല. എൻ്റെ ഒരു മകനുണ്ട്, മൂത്ത മകൻ. നിങ്ങൾക്കൊക്കെ പരിചയം കാണും. ഇവിടെ വരുമ്പോൾ ഒരു ആനത്തലയുള്ള ഒരുത്തൻ ഇവിടെ ഓടി നടക്കുന്ന കാണുന്നില്ലേ? അവനെ ഞാൻ പറഞ്ഞുവിടാം. മകനെങ്കിൽ മകൻ. ഇത് കണ്ട് തിരിച്ച് വീട്ടിൽ ചെന്നാൽ മക്കൾ മറ്റേ വീട്ടിലുള്ള സാധനങ്ങളെ പറ്റി പറഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടുകാരുടെ സമാധാനം കെടുത്തിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് മകനെങ്കിൽ മകൻ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ശിവൻ പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ടേ കുബേര, ഇവൻ തീറ്റപ്രിയനാണ്. എത്ര തിന്നാലും ഇവന് മതിയാവില്ല. ഈ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ വയറ് കണ്ടില്ലേ? സാധാരണ പ്രായമായി റിട്ടയർഡായി കഴിഞ്ഞാൽ ആ കുമ്പ ചാടുക. ഇത് ജനിച്ചപ്പോൾ തന്നെ വലിയ കുമ്പയോട് കൂടിയിട്ടാണ് ജനിച്ചത്. ഇവന് തിന്ന് മതിയാവില്ല. പാർവതിയുടെ മെയിൻ പരിപാടി എന്താ? അടുക്കളയിൽ ഇവൻ ആവശ്യമായിട്ടുള്ള ഒറ്റയപ്പം, ഉണ്ണിയപ്പം, മോദകം ഉണ്ടാക്കലാണ്. അതുകൊണ്ടാണ് പാർവതീ ദേവിക്ക് അന്നപൂർണ എന്നൊരു പേരും കിട്ടിയിട്ടുണ്ട്. ഇവനെ തീറ്റ കൊടുത്ത് ആണ് പാർവതിക്ക് ആ പേര് വന്നത്. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയിക്കൊന്ന് പറഞ്ഞു, ഈ കൊച്ചു ശരീരത്തിൻ്റെ വയറ് നിറയ്ക്കാൻ എനിക്കെന്താ പ്രയാസം, പോന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പണ്ടൊക്കെ, ഇപ്പോഴെങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ ഉച്ചയ്ക്ക് കല്യാണത്തിന് പോകണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റേ ആൾക്കാർ ഉപേക്ഷിക്കും, ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് പാർവതീ ദേവി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഗണപതി പറഞ്ഞു, അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഇന്ന് കുബേരൻ്റെ വീട്ടിലാ ലഞ്ച്, ഗംഭീരമായിരിക്കും. പാർവതി പറഞ്ഞു, എന്നാലും നീ പോവുമല്ലേ, അവിടെ എന്തായിരിക്കും ആഹാരം എന്നൊന്നും അറിയില്ലോ, നീ കുറച്ച് കഴിച്ചിട്ട് പോ, വേണ്ട. ഗണപതി തന്നെ ഒരുങ്ങി വിശന്ന വയറോടുകൂടി കുബേരൻ്റെ വീട്ടിൽ ചെന്നു. യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. ആ കുബേരൻ വീട്ടിൽ ഉണ്ടാക്കി സർവ്വ സദ്യകളും ഉണ്ടാക്കിയത് വിളമ്പാൻ തുടങ്ങി. എല്ലാം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. വിളമ്പി എല്ലാം കഴിച്ചു. ഇനിയും വേണം എന്നായി. ആ വീട്ടിലുണ്ടാക്കിയത് മുഴുവനും തീർത്തു. അയൽവക്കക്കാരായിട്ടുള്ളവരുടെ വീട്ടിലുണ്ടാക്കിയത് മുഴുവൻ കുബേരൻ പോയി ഇരന്നു കൊണ്ടുവന്ന് അതും തീർത്തു. യക്ഷനഗരിയിലുള്ള മുഴുവൻ ആഹാരവും തീർത്തു. വയറ് നിറയാതെ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് അവിടെയുള്ള പാത്രവും എല്ലാം കൂടി എടുത്ത് വായിലിട്ട് അകത്താക്കി. ഇനിയും വേണം എന്ന് പറഞ്ഞ് തുമ്പിക്കൈയിൽ നീട്ടി കുബേരൻ്റെ പുറകെ പോകാൻ തുടങ്ങി. കുബേരൻ വിചാരിച്ച് എന്നെ വിഴുങ്ങാൻ വരികയാണെന്ന്. കുബേരൻ ഓട്ടം. അതിൻ്റെ പുറകെ ഒന്ന് ആലോചിച്ച് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ചാരുത മനസ്സിലാവും. ഉണ്ണി ഗണപതി കൊടവയറ് വിളക്കിക്കൊണ്ട് ആ തുമ്പിക്കൈ ഇങ്ങനെ മുന്നോട്ടും വെച്ച് പുറകെ ഓടുകയാണ്. എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ്. ശിവൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവന് വേണ്ടത് കൊടുക്കണം, അല്ലേ വിളിക്കരുതെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പാർവതി പറഞ്ഞു, പരിഹാരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പാർവതി അകത്തു പോയി കുറച്ച് അവല് നനച്ച് ഒരു പിടി അവല് കൊടുത്തപ്പോഴാണ് ഗണപതി ഭഗവാൻ ഏമ്പക്കം വിട്ട് സമാധാനായത്. അപ്പം അതുകൊണ്ട് ഇതേപോലെ നീംകരോളി ബാബയുടെ ശിഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നീംകരോളി ബാബയെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോകും. അങ്ങനെ ഇദ്ദേഹം പോകുന്നില്ല. ഇവരൊന്നും പണ്ട് വീടുകളിൽ പോവുകയല്ല. ഇവർ വീടുകളിൽ ചെന്നാൽ തന്നെ പുറത്തേ താമസിക്കുള്ളൂ. സന്യാസി വര്യന്മാർ ഗൃഹസ്ഥന്മാരുടെ വീടുകളിൽ അങ്ങനെ താമസിക്കാറ് പതിവില്ല. ജയേന്ദ്ര സരസ്വതികളും പരമാചാര്യരായിട്ടുള്ള ശങ്കരേന്ദ്ര സരസ്വതികളും ശൃംഗേരി മഠാധിപതികളും ഒക്കെ വന്നാൽ അവർക്ക് വീടുകളിൽ താമസിക്കേണ്ടി വരികയാണെങ്കിൽ പണ്ടൊക്കെ വീട്ടിൻ്റെ പശുത്തൊഴുത്തിലാണ് താമസിക്കുക. അങ്ങനെ പാലക്കാട്ട് അഗ്രഹാരത്തിലെ പശുത്തൊഴുത്തിൽ വെച്ചാണ് മഹാപെരിയവരായിട്ടുള്ള ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ വീട്ടിൽ താമസിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങനെ പോവുകയല്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പോവുകയല്ല. പിന്നെ വരാം എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. ഒരു ദിവസം ഈ ശിഷ്യൻ വന്ന് പറഞ്ഞു, മഹാരാജ്, ഞാൻ ദേഷ്യത്തെ കീഴടക്കി. വലിയ കാര്യമാണത്. ദേഷ്യത്തെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ലോകം കീഴടക്കിയതിന് തുല്യമാണ്. അപ്പം ദേഷ്യത്തെ ഞാൻ കീഴടക്കി എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു, ശരി, നന്നായി, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നീംകരോളി ബാബ ഈ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാൻ തീരുമാനിച്ചു. വലിയ സന്തോഷമായി. എത്ര കാലം ഞാൻ ക്ഷണിച്ചു, വന്നില്ല, ഇപ്പോഴാണ് വരാൻ തോന്നിയത്. ഓടി വീട്ടിലോടി ചെന്ന് അമ്മയോട് വിവരം പറഞ്ഞു, നാളെ മഹാരാജ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇവിടെ വരും. അച്ഛൻ ഈ മഹാരാജിനെ വലിയ ഇഷ്ടമല്ല. മക്കൾ ഈ ആധ്യാത്മികമായിട്ട് നടക്കുമ്പം വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അമ്മ പിന്നെയും
ക്ഷമിക്കും. പക്ഷേ അമ്മ പിന്നെയും ക്ഷമിക്കും. അച്ഛൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അച്ഛൻ ഈ നീം കരോളി ബാബ എന്ന് കേട്ടാൽ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു പരിപ്പ് വരും. അപ്പം ഇത് മകനറിയാം. അപ്പം മകൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, നാളെ മഹാരാജ് വരുന്നുണ്ട്, ഒരക്ഷരം മിണ്ടി പോരും അച്ഛൻ. അപ്പം മകൻ ഇങ്ങനെ ആലോചിച്ച്, ഒരക്ഷരം മിണ്ടാൻ പാടില്ലല്ലോ. അച്ഛൻ ഇങ്ങനെ ആലോചിച്ചു. മക്കളുടെ ഇഷ്ടമല്ലേ, അച്ഛനമ്മമാർ സമ്മതിച്ചു. അച്ഛൻ സമ്മതിച്ചു, ഞാനൊന്നും പറയായിരുന്നു. പിറ്റേ ദിവസം നീം കരോളി ബാബ ഉച്ചയായപ്പം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം വന്ന ഉടനെ അച്ഛൻ മാത്രം ഇരിക്കുന്ന ഒരു കസേരയുണ്ട്, അതിൽ കയറിയിരുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വിളിച്ചു. ഊണൊക്കെ കഴിച്ചു. നല്ല ഗംഭീരം ഊണ്, ഏമ്പക്കമൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ മാത്രം കിടക്കുന്ന ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടന്നു. ഈ കട്ടിലേലും കൂടി കയറി കിടന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ കൺട്രോൾ അങ്ങ് പോയി. കസേരയിലിരുന്നപ്പോൾ ക്ഷമിച്ചു. കട്ടിലും കൂടി ഇയാൾ കരസ്ഥമാക്കി എന്ന് കണ്ടപ്പോൾ അച്ഛൻ ക്ഷമിച്ചിട്ട് അച്ഛന് നിയന്ത്രണം തെറ്റിപ്പോയിട്ട് നീം കരോളി ബാബയുടെ കഴുത്തിന് കയറി. അച്ഛൻ ഈ നീം കരോളി ബാബയെ വലിയ വിശ്വാസമൊന്നുമില്ല. അച്ഛൻ തൻ്റെ മഹാരാജിൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നത് കണ്ടപ്പം മകൻ അച്ഛൻ്റെ കഴുത്തിന് കയറി പിടിച്ചു. അച്ഛൻ്റെ കഴുത്തിന് കയറി പിടിച്ച് അച്ഛനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ നീൽ കരോളി ബാബ അദ്ദേഹത്തിനോട് പറഞ്ഞു, ശിഷ്യനോട് ചോദിച്ചു, നീയല്ലേ ഒരു 3-4 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞത് ദേഷ്യത്തെ നീ കീഴടക്കി, അതുകൊണ്ട് വികാരവിചാരങ്ങളെ കീഴടക്കി എന്ന് ഒറ്റയ്ക്ക് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ, കൊടും കാട്ടിനുള്ളിലിരിക്കുമ്പോൾ ആർക്കും തോന്നും. അത് ശരിയാണോ എന്നറിയണമെങ്കിൽ ഈ എറണാകുളത്തുള്ള ട്രാഫിക്കിലൊക്കെ വന്നൊന്ന് കിടക്കണം. അപ്പം അറിയാം ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന്. നിത്യലോകവുമായിട്ട് ഇടപഴകാതെ തൻ്റെ നേട്ടങ്ങളെ കുറിച്ചുറപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഈ ജീവിതത്തെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊരു തലത്തിൽ ജീവിക്കാൻ സാധിക്കും. അത് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹനീയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അർജുനൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച അതേ യുദ്ധം തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിന് ശേഷവും അർജുനൻ ചെയ്യുന്നത്. പക്ഷെ കാഴ്ചപ്പാട് മാറിയ കാഴ്ചപ്പാടോടുകൂടി ഇതേ ജീവിതം ജീവിക്കാൻ സാധിക്കും. ഒരുപാട് കാലം ദുഃഖം അനുഭവിച്ച് കഴിയുമ്പം ഇങ്ങനെയല്ലാതെ ഇതേ ജീവിതം മറ്റൊരു രീതിയിൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. വിശ് പ്രവേശനേ, അതാണ് വൈശ്യൻ. പ്രവേശിക്കുകയാണ്, ആധ്യാത്മികമായിട്ടുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കുന്നയാൾ. അതുകൊണ്ടാണ് അവർ ദ്വിജന്മാരാവുന്നത്, രണ്ടാമത് ജനിക്കുന്നവരാണ്. അപ്പോൾ ശൂദ്രരാണ് എല്ലാവരും, ദുഃഖമാണ്. ഈ ദുഃഖം അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതേ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ എന്ന ചിന്തയുണ്ടാകുമ്പോൾ, അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ആ ആള് വൈശ്യനായി, പ്രവേശിക്കുക, ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആ പ്രവേശിച്ച് ഈ സംസ്കൃതിയിലെ പലതരത്തിലുള്ള സാധനകളെ പരിചയപ്പെട്ട് തനിക്കാവശ്യമായിട്ടുള്ള സാധന സ്വീകരിച്ച് രണ്ടിൽ നിന്ന്, അതാണല്ലോ എല്ലാ ഭയത്തിനും കാരണം, രണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ക്ഷതാത് ത്രായതേ ഇതി ക്ഷത്രിയനായിത്തീരും. ക്ഷതം എന്ന് പറഞ്ഞാൽ രണ്ടാക്കുക എന്നുള്ളതാണ്. ആ രണ്ടിൽ നിന്ന് രക്ഷിക്കുന്നതാണ്ടോ അത് ക്ഷത്രിയൻ. അപ്പോൾ രണ്ട് എന്ന ആ മഹാഭയത്ത്, രണ്ടിൽ നിന്ന് ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വധ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ അതുണ്ടാക വേണമിക നാരായണായ നമ. ലാക്കൻ പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ പാടി ഹരിനാമകീർത്തനത്തിൽ, ഒന്നായ നിന്നെ ഈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. ദുഃഖം അങ്ങനെ ഉണ്ടാവുന്നത്. മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. നമ്മൾ അവധൂതഗീതയിലെ ആദ്യത്തെ വാക്ക് കേട്ടത് ഈശ്വര അനുഗ്രഹാത് ഏവ. നിൻ കൃപാവലികൾ അതുണ്ടാക വേണമിഹ നാരായണായ. അപ്പം രണ്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇണ്ടൽ, ഭയം ഇല്ലാതെയാവുക. ആ ഭയം ഇല്ലാതെ, മഹത് ഭയം ഇല്ലാതെയാവുക.
മഹത് ഭയം ഇല്ലാണ്ടാകാൻ തുടങ്ങുമ്പം ക്ഷത്രിയനായി. ഒന്നു മാത്രമേ ഉള്ളൂ, ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ബൃഹ വികാസേ, ബോധം വികസിക്കും. ആ വികസിത ബോധത്തോടു കൂടിയ ആള് ബ്രാഹ്മണനായി. അപ്പൊ ശൂദ്രനിൽ നിന്ന് ജന്മനാ ജായതേ ശൂദ്ര, വ്യാസഭഗവാൻ. എല്ലാവരും ശൂദ്രരാണ്. ശൂദ്രനിൽ നിന്ന് സാധാരണമായിട്ടുള്ള ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാകും. ആരാണെങ്കിൽ വിപ്രരാണെങ്കിൽ, അറിവുള്ളവരാണെങ്കിൽ. അറിവ് എങ്ങനെയുണ്ടാവുക? അറിവ് ബുദ്ധിയെ വേണ്ടതുപോലെ വിനിയോഗിക്കുമ്പോഴാണ് അറിവുണ്ടാവുക. ബുദ്ധിയെ വേണ്ടതുപോലെ എങ്ങനെയാ വിനിയോഗിക്കുക? വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്ത് സ്വന്തം ജീവിതത്തെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും നമുക്കെല്ലാവർക്കും തോന്നും, ഇങ്ങനെയല്ലാതെ ഈ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കും, അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? അതിനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? അപ്പം നമ്മൾ ഏത് സംസ്കൃതിയിൽ പറഞ്ഞവരാണെങ്കിലും, ലോകത്തെ ഏത് സംസ്കൃതിയിൽ പറഞ്ഞവരാണെങ്കിലും, ആ സംസ്കൃതിയിലെല്ലാം അഭേദമായ തലത്തിലേക്കുള്ള പ്രയാണമുണ്ട്. നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് അല്ല അത്. അത് ശരിക്കും ലോകത്തുള്ള എല്ലാ സംസ്കാരത്തിലും ഈ ഒരു അഭേദ തലത്തിലേക്കുള്ള പ്രയാണമുണ്ട്. സൂഫികൾക്കുണ്ട്. അതാണ് റൂമി പറഞ്ഞത്. ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞ് 14-15 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ പാതിരിമാർക്കുണ്ട്. അങ്ങനെ ലോകത്ത് ലാവോസുവിനുണ്ട്, കൺഫ്യൂഷ്യസിനുണ്ട്. ലോകമെമ്പാടുമുള്ള വ്യത്യസ്തരായിട്ടുള്ളവരെ ഈ അഭേദമായിട്ടുള്ള തലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാരതഭൂമിയുടെ ശ്രേഷ്ഠത എന്താ? ഇവിടെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ആവശ്യം ജെറ്റ് പ്ലെയിനും ലേസർ ബീമും ഒന്നുമല്ല. മനുഷ്യൻ്റെ ആത്യന്തികമായ ആവശ്യം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹാമനീഷികളായിട്ടുള്ള മഹർഷീശ്വരന്മാർ അവരുടെ സമയമേറെയും ചെലവഴിച്ചത് രണ്ടില്ലാത്ത ഒന്നിലേക്കെത്തി ഈ സാധാരണമായ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ എന്ന ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ സോണിക്കായിട്ടുള്ള ജെറ്റ് പ്ലെയിനുകളും നമ്മളെ ലേസർ ബീമുകളും അങ്ങനത്തെ അത്യന്താധുനികമായിട്ടുള്ള സംഗതികളും ഒന്നും കണ്ടുപിടിക്കാതെ പോയത്. കാരണം നമ്മുടെ മഹർഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞു, ലോകമെമ്പാടുമുള്ള മനുഷ്യർ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളിലൂടെ തേടുന്നത് സുഖം, സന്തോഷം, സമാധാനം എന്നുള്ളതാണ്. മനുഷ്യരാശിക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അല്ലാതെ ജെറ്റ് ഫ്ലൈറ്റും ഈ കേരളത്തെ രണ്ടായി പകുക്കുന്ന വികസനമായ റോഡുമൊന്നുമല്ല ഇവിടെ വേണ്ടത്. ഈ വികസനമൊക്കെ എന്ത് വികസനമാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ കഷ്ടം തോന്നും. ശരിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. എത്ര പേർക്ക് അത് ആവശ്യമാണ്? ഈ റോഡിൻ്റെ 2 സൈഡുകളിലും ജീവിക്കുന്നവർ ചെറിയ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ വീടുകളിൽ വെള്ളം കയറുകയാണ്. പണ്ട് വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും വീട്ടിൽ വെള്ളം കയറാത്തവരുടെ വീടുകളിലേക്ക് ഈ റോഡ് വന്നതോടുകൂടി വെള്ളം കയറുകയാണ്. കുറച്ചു പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള പാത നിർമ്മിക്കുമ്പോൾ കേരളത്തെ രണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, ഇരുവശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളവും കയറ്റിക്കൊടുക്കുന്നതാണോ വികസനം? പറയുന്നത് കാസർഗോഡുള്ളവർക്ക് ക്യാൻസറിന് ചികിത്സിക്കാൻ RCC പോകാൻ എളുപ്പമാണ്. അതാണോ വേണ്ടത്? ഒരു ക്യാൻസർ സെൻറ്റർ കാസർഗോഡ് തുടങ്ങുകയല്ലേ വേണ്ടത്? ഒരു നാട്ടിലെ ജനത്തിന് എന്താണോ ആവശ്യം അത് വേറെ എവിടെയും പോകാതെ അവിടെ തന്നെ നിർവഹിക്കാൻ കഴിയുന്നതിനെയാണ് ഞാൻ വികസനം എന്ന് പറയണത്. നിങ്ങളെങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് എനിക്ക് രാഷ്ട്രീയമല്ല, ഞാൻ ഈ പറഞ്ഞതിൽ രാഷ്ട്രീയവുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല, ഒരു സംഘടനയും പെട്ട ആളല്ല. ഞാൻ ആ സിനിമാ പാട്ടിൽ പറഞ്ഞ പോലെ ഏകാന്ത പഥികനാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നയാളാണ്. അതുകൊണ്ടാണ് എനിക്കിത് പറയാനും സാധിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് 2ആയിട്ട് പിളർന്നു. എന്നും വൈകുന്നേരം അമ്പലത്തിൻ്റെ മുറ്റത്ത് ആൽത്തറയിൽ കൂടിയിരുന്ന വൃദ്ധജനങ്ങൾ റോഡ് വന്നതോടുകൂടി 2ആക്കപ്പെട്ടു. അവരുടെ വേദനയ്ക്ക് ആര് പരിഹാരമുണ്ടാക്കും?
അവരുടെ ഒറ്റപ്പെടലിന് ആര് സമാധാനമുണ്ടാക്കും? പുതിയ തലമുറകളുമായിട്ട് യോജിക്കുവാൻ ഭാഷ പോലും കൈമുതലായിട്ടില്ലാത്തവർ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയ്ക്ക് ആരു പരിഹാരമുണ്ടാക്കും? എത്രയോ ഗ്രാമങ്ങളിലൂടെ ഈ റോഡ് പോയപ്പോൾ ഒറ്റപ്പെട്ട വൃദ്ധകളും ഉണ്ട്. അവരും ഈ നാട്ടിലുള്ളവരല്ലേ? അവരുടെയൊക്കെ ജീവിതം അവസാനിക്കാറായി എന്നുള്ളത് കൊണ്ട് വിദേശത്തൊക്കെ ചെയ്യുന്നത് പോലെ അവരെ ഉപേക്ഷിക്കുന്നതാണോ നമ്മുടെ സംസ്കാരം? സൂര്യോദയം പോലെ തന്നെ മനോഹരമാണ് സൂര്യാസ്തമനവും. രണ്ടും മനോഹരമാണ്. ശൈശവം പോലെ തന്നെ മനോഹരമാണ് വാർദ്ധക്യവും. അതുകൊണ്ട് അത് തിരിച്ചറിയാതെ വൃദ്ധരുടെ പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇവരെ സമൂഹത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഇടാം എന്ന് ചിന്തിക്കുന്നത് അപരിഷ്കൃതമായ ഒരു സമൂഹം മാത്രമാണ്, പരിഷ്കൃതമായ സമൂഹമല്ല. അപ്പം ഈ വികസനമൊക്കെ എന്തിനാണ്? ഈ വികസനം കൊണ്ട് എന്താ നേടുന്നത്? നമ്മൾ അങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ നമ്മളങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്താൽ സുഖമുണ്ടാകുമെന്ന് വിചാരിച്ച് സുഖത്തിൻ്റെ പുറകെയാണ് എല്ലാവരും പോണത്. പക്ഷെ സുഖം മിറാഷ് പോലെയാണ്, മരീചിക പോലെയാണ്, ആർക്കും എത്തുന്നില്ല. നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് മനസ്സിലായി, റോഡുകളല്ല വേണ്ടത്, ജെറ്റ് പ്ലെയിനുകളല്ല വേണ്ടത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളല്ല വേണ്ടത്. ഇവിടെ ഒരു ജീവിത രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ജീവിത രീതി അനുസരിച്ച് ജീവിക്കുകയായിരുന്നുവെങ്കിൽ വലിയ രോഗങ്ങളൊന്നും വരാതെ തട്ടുകേടില്ലാതെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി വിദേശത്തുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. കേട്ടുകേൾവി പോലുമില്ലാത്ത കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ തിരക്കെന്താണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പറയാണ് രോഗമുണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവാതിരിക്കും? ഈ ജന്തുക്കളെയൊക്കെ കൊല്ലുമ്പം അവരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ നമ്മൾ കഴിക്കുമ്പം നമുക്ക് രോഗമല്ലാണ്ട് പിന്നെ എന്താ ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് ഇതൊക്കെ വികസനമാണെന്ന് തെറ്റിദ്ധാരണയാണ്. മഹർഷിമാർക്ക് അത് ചെയ്യാമായിരുന്നു. വികസനം വേണ്ടത് ബോധത്തിലാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ്ധ ഇല്ലാതാകാൻ എന്ത് വേണം? പണ്ടേ കണക്ക് വേണം. പണ്ടേ കണക്ക് എന്തായിരുന്നു? ഞാനും ഈ ലോകവും ഒന്നിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ വികസനം ഉണ്ടാവുക എന്നും ആ വികാസമാണ് മനുഷ്യരാശി കാക്ഷിക്കുന്ന വികാസമെന്നുമുള്ള തിരിച്ചറിവ് ഈ നാട്ടിലുണ്ടായിരുന്ന പ്രാകൃതന്മാരെന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിച്ചേക്കാവുന്ന മഹർഷീശ്വരന്മാർക്കുണ്ടായിരുന്നതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഈ നാട്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടായത്. അപ്പം ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനാ സമ്പ്രദായങ്ങളിലൂടെ നാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടത് കിട്ടും. ബുഫേ പാർട്ടിക്ക് പോകുമ്പം നമുക്കിഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുപോലെ അത് നമ്മൾ എടുക്കും. അപ്പം വൈശ്യൻ തീർന്നു, വൈശ്യൻ്റെ അന്വേഷണം തീർന്നു. ഇനി അത് പരീക്ഷിക്കുകയാണ്, അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പം ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ക്ഷത്രിയൻ. അത് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ബൃഹവികാസേ വികസിക്കുന്നത് പരമമായ ബോധത്തിലേക്ക് എത്തിച്ചേരും. എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്! ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ രണ്ട് തരത്തിൽ നമ്മളിപ്പോൾ അതിനെ കണ്ടു. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് ഉച്ചനീചത്വം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതി, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചന, യാതൊന്നതൊക്കെയും ഹരി നാരായണായ നമ. ഈ സംസ്കാരത്തിലാണോ ഉച്ചനീചത്വമുണ്ട് എന്ന് ആരോപിക്കുന്നത്? ഈ സംസ്കാരത്തെ വികലമാക്കി ഇവിടുത്തെ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഭാഷ അവർക്കില്ലാതെയാക്കി വൈദേശിക ഭാഷയിലൂടെയാണ് അറിവാർജിക്കേണ്ടത് എന്ന ധാരണ അടിച്ചേൽപ്പിച്ചപ്പോൾ ഉണ്ടായ വിഭാഗീയതയിലാണ് ഈ ഉച്ചനീചത്വം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ പഴയ ചരിത്രങ്ങൾ പലതും പരിശോധിച്ച് നോക്കിയാൽ ഉച്ചനീചത്വം ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടില്ലേ? ഉണ്ട്. അത് ഇന്നും ഉപദ്രവിക്കുന്നില്ലേ? ഇത്രയധികം വികസിത സ്വഭാവത്തോടുകൂടി ഡീസൻ്റായിട്ട് പെരുമാറുന്ന ഇന്നത്തെ കാലത്തെ ലോകത്ത് ഒരു IT കമ്പനിയിൽ ഒരാളെ പിരിച്ചുവിടാൻ എന്തെങ്കിലും ഒരു ദാക്ഷിണ്യം ഉണ്ടാകാറ് പതിവുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ ആ മനുഷ്യനും അയാളുടെ കുടുംബവും അനുഭവിക്കാൻ സാധ്യതയുള്ള ദുഃഖത്തെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് ഇവിടുത്തെ പരിഷ്കൃതർ എന്ന് വിളിക്കപ്പെടുന്ന, ഇംഗ്ലീഷ് ചവച്ചു തുപ്പുന്നതാണ് പരിഷ്കാരമെന്ന് കരുതുന്ന
കൈ കൊടുക്കലാണ് പരിഷ്കൃതിയുടെ രീതി എന്ന് കരുതുന്ന, ശബ്ദം കേൾക്കാതെ ആഹാരം കഴിക്കലാണ് പരിഷ്കാരം എന്ന് കരുതുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയാണോ വികാസം എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത്? ചിന്തിക്കണം. അപ്പോഴാണ് നമ്മുടെ മഹർഷീശ്വരന്മാരുടെ മഹത്വം നമുക്ക് ബോധ്യമാവുക. ആ മഹത്വത്തെ പുനരാവിഷ്കരിക്കുമ്പോഴാണ് ലോകം വികസനത്തിലേക്ക് കുതിക്കുക. അല്ലാതെ റോഡ് പണിയുമ്പോഴും ജെറ്റ് ഉണ്ടാക്കുമ്പോഴും യുദ്ധം ചെയ്യാനുള്ള യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുമ്പോഴും അല്ല. ബോധവികാസത്തിലൂടെയാണ്. അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ കാണുവാൻ, അവൻ്റെ കണ്ണുനീരൊപ്പുവാൻ തൻ്റെ കൈകൾക്ക് പൊങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ അതെന്തു വികസനമാണ്? ഐ ടി കമ്പനി ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും IT കമ്പനിയിലുണ്ട്. അവർ പറഞ്ഞത് നാളെ ജോലിയുണ്ടോ എന്നറിയാൻ കമ്പനി ഇവർക്കൊരു ലാപ്ടോപ്പ് കൊടുക്കും. ആ ലാപ്ടോപ്പ് തുറക്കുമ്പം ഇവരുടെ കമ്പനിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയുണ്ട്, ലോഗ് ചെയ്യുന്നില്ലെങ്കിൽ യുവർ സർവീസ് ഈസ് നോട്ട് എനിമോർ നീഡഡ്. കഴിഞ്ഞു. എന്തൊരു ദയാവായ്പല്ലേ! ഇതാണോ വികസനം? ഇതിനെയാണോ വികാസം എന്ന് പറയണത്? അത് എനിക്കിതിനെയൊക്കെ വികാസം എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എൻ്റെ വികാസം എന്ന് പറയുന്നത് എൻ്റെ മഹർഷീശ്വരന്മാർ പറഞ്ഞു തന്ന ബോധവികാസമാണ് വികാസം. ചിരിക്കുന്ന മുഖങ്ങളെ ചുറ്റും കാണാൻ സാധിക്കുക എന്നുള്ളതാണ് വികാസം. മനുഷ്യർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടുന്നത് കൊടുക്കുവാനുള്ള ഈ പ്രകൃതിയിൽ നിന്ന് ഓരോരുത്തർക്കും വേണ്ടുന്നത് എടുക്കുവാൻ പറ്റുന്നതാണ് വികാസം. ഭൂമിദേവിയെ പശുവാക്കി നിർത്തി മഹാഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ പൃഥു മഹാരാജാവ് കറക്കുകയാണ്. ഭൂമിദേവി വേണ്ടത് കൊടുക്കാൻ സന്നദ്ധയായി പാല് ചുരത്തുന്നതുപോലെ ജീവജാലങ്ങളുടെ ആവശ്യങ്ങൾ ചുരത്തിക്കൊടുക്കുവാൻ പശുവിൻ്റെ ആകൃതിയിൽ നിൽക്കുമ്പോൾ ആദ്യം കറക്കുന്നത് പൃഥു മഹാരാജാവാണ്. ഏതു പാത്രം ഉപയോഗിച്ച പൃഥു മഹാരാജാവ് കറക്കുന്നത് എന്ന് ഭാഗവതം വായിച്ചിട്ടുള്ള നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളായിരുന്നെങ്കിൽ എന്താ ചെയ്യുക? വീട്ടിലെ ഏറ്റവും വലിയ അണ്ടാവ് കൊണ്ടുവരും, എന്നിട്ട് അതിലേക്ക് കറന്നെടുക്കും, ഊറ്റി എടുക്കും. കറക്കുക എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. എനിക്ക് ശേഷം പ്രളയം. പൃഥു മഹാരാജാവ് എങ്ങനെയാണ് കറന്നത്? കൈക്കുമ്പിളിലാണ് കറന്നത്. അതൊക്കെ വായിക്കണം. അത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവും. അത് എഴുതിയ വ്യാസഭഗവാനോട് നമുക്ക് അളവറ്റ ബഹുമാനമുണ്ടാകും. കൈക്കുമ്പിളിലാണ് കറന്നെടുത്തത്, തനിക്ക് വേണ്ടത് മാത്രം. അതാണ് വികാസം. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, എനിക്ക് ശേഷവും തലമുറകൾ വന്നു പോകേണ്ടതാണ് ഈ ഭൂമി എന്ന തിരിച്ചറിവോടുകൂടി ഒരു അതിഥി വീട്ടിൽ പെരുമാറുന്നത് പോലെ ഈ ലോകത്ത് പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ് വികാസം. ആ വികസിത ബോധ തലത്തിലേക്ക് എത്തുവാൻ മഹർഷീശ്വരന്മാര് കാണിച്ചു തന്ന 4 വഴികളാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ. അതിനെ ജാതിയാക്കി മാറ്റി, ഒരു ജാതി മറ്റൊരു ജാതിയേക്കാൾ മുകളിലാക്കി മാറ്റി, തമ്മിൽ തൊടാൻ പറ്റാത്തവരാക്കി മാറ്റി, കണ്ടാൽ പോലും കുളിക്കേണ്ടി വരുന്നവരാക്കി നാം മാറ്റിയപ്പോൾ നമ്മൾ നമ്മുടെ മഹർഷീശ്വരന്മാർ നിന്ദിക്കുകയാണോ ആരാധിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചറിയുവാൻ ശ്രമിക്കുന്നവർ വിപ്രന്മാർ. ആ വിപ്രന്മാർക്ക് അഭേദതലത്തിലേക്കുള്ള വാസന 2 അല്ല 1 കയറേണ്ടത് എന്ന ചിന്ത ഉണ്ടാക്കിക്കൊടുക്കുന്നത്, ആ താല്പര്യത്തെ ജനിപ്പിക്കുന്നത് ഈശ്വരാനുഗ്രഹാദേവ, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. പുസ്തകങ്ങൾ വായിച്ചാൽ അത് സാധ്യമാവില്ല. അമ്പലങ്ങളിൽ പോയി തൊഴുതാൽ അത് സാധ്യമാവുകയില്ല. സത്തുക്കളുമായിട്ട് കൂടിയാലും അത് സാധ്യമാവുകയില്ല. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ഈശ്വരാനുഗ്രഹം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒറ്റ ശ്ലോകമാണ് നമ്മൾ ഇതുവരെ എടുത്തത്. അങ്ങനെ 289 ശ്ലോകം എടുക്കുകയാണെങ്കിൽ എത്ര കാലം എടുക്കും? ഈ ഒരു ചെറിയ ടെക്സ്റ്റ് പഠിക്കാൻ എത്ര കാലം എടുക്കും? അപ്പോൾ 1,00,000 ശ്ലോകങ്ങളുള്ള ഭാരതം പഠിക്കാൻ എത്ര കാലം എടുക്കും? 24,000 ശ്ലോകങ്ങളുള്ള രാമായണം പഠിക്കാൻ എത്ര കാലം എടുക്കും? 700 ചില്ലാനം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത പഠിക്കാൻ എത്ര കാലം എടുക്കും? അങ്ങനെ ഒരു അപാരമായ സമുദ്രമാണ് ഈ ഭാരതീയ സംസ്കൃതി. അതിലൊരു ചെറിയ പുസ്തകത്തിലെ ഒറ്റ ശ്ലോകമാണ് ഞാനിപ്പോൾ ആകെ പറഞ്ഞത്. ഈശ്വരാനുഗ്രഹാദേവ, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അടിവരയിട്ടാ പറയേണ്ടത്, ഈ ഒരു വാസന ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഈശ്വരനെ അറിയണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈശ്വരൻ എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുക? അതാണ് ഇനി അടുത്ത നമ്മുടെ ചോദ്യം.
ഈശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ശരണം പ്രാപിക്കുമ്പോഴാണ്. ആരാണോ തന്നെ ശരണം പ്രാപിക്കുന്നത് അവരെയാണ് ഈശ്വരൻ അനുഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഗീതാ ഭാഷണം ഭഗവാൻ തുടങ്ങിയത് അർജുനൻ ശരണാഗതനായപ്പോഴാണ്. 2-ാമത്തെ അധ്യായം പ്രപന്നോസ്മി ശാധിമാം എന്നാ പറഞ്ഞത്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നോസ്മി. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ ഞാൻ പ്രപത്തിയുള്ളവനായി തീർന്നു, ശരണാഗതി പ്രാപിക്കുന്നു. ശിഷ്യനായി കണ്ടുകൊണ്ട് എന്നെ ശാധിമാം, ശാസിച്ചാലും പഠിപ്പിച്ചാലും, ശാസന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് അർത്ഥം, വഴക്ക് പറയാന്നല്ല. ശാസിക്കുന്നതാണ് ശാസ്ത്രം. ഇപ്പം നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മനസ്സിലൂടെ ഓടുന്നത് എന്താ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ആസ്ട്രോഫിസിക്സ്, അതാണ് ശാസ്ത്രം. സോറി സർ, അതല്ല ശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ നാട്ടിലെ മഹർഷീശ്വരന്മാരാണ്. സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും കടന്നു പോകുവാനുള്ള അറിവുകളുടെ സമാഹാരത്തെയാണ് ശാസ്ത്രം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ വാക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ആ വാക്ക് ഞങ്ങളുടെയാണ്. പേറ്റൻസി ഞങ്ങളുടെ മഹർഷിമാർക്കുള്ളതാണ്. ആ വാക്കിൻ്റെ പേറ്റൻറ്റ് ഞങ്ങളുടെ മഹർഷിമാർ. അപ്പം ശാസ്ത്രം, ശാധിമാം, എന്നെ ശാസിച്ചാലും. അപ്പോഴാണ് ഭഗവാൻ ബാക്കിയുള്ള ശ്ലോകങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിനു മുമ്പ് ഭഗവാൻ 2 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? കുതസ്ത്വാകസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ചിത്ത വിളിച്ച കുതസ്ത്വാകസ്മലമിതം വിഷമേ സമുപസ്ഥം. ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ അർജുന, നിന്റെ മനസ്സിൽ ഇമാതിരി വൃത്തികെട്ട ചിന്ത എങ്ങനെ ഉണ്ടായി? ഈ ചിന്ത കൊണ്ട് എന്താ ഗുണം? കീർത്തി, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗുണവുമില്ല, മരിച്ചു പോയാലും ഒരു ഗുണവുമില്ല. യോഗ്യതയുള്ളവർക്ക് ചേരാത്തത് അനാര്യജുഷ്ടം, ശ്രേഷ്ഠരായവർക്ക് ചേരാത്തതായിട്ടുള്ള, ജീവിച്ചിരിക്കുമ്പോഴും ഒരു പ്രയോജനവുമില്ല, മരിച്ചു പോയി കഴിഞ്ഞാലും ഒരു പ്രയോജനവുമില്ലാത്ത ഈ വൃത്തികെട്ട ചിന്താഗതി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്ക് എങ്ങനെയുണ്ടായി അർജുന എന്ന ചോദിക്കുന്നത് ആര് കേൾക്കാൻ? അത് കഴിഞ്ഞല്ലേ അർജുനൻ പറഞ്ഞത് ഇതിലും നല്ലത് ഇവരെയൊക്കെ കൊന്ന് രാജ്യം കിട്ടുന്നതിലും നല്ലത് പിച്ചെടുത്ത് ജീവിക്കുന്നതാണ്. മനസ്സിലായില്ല. പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? തൂഷ്ണീം ബഭൂവ, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നയോത്സ്യൈതി, ഞാനിനി യുദ്ധം ചെയ്യല എന്ന് പറഞ്ഞ് മിണ്ടാതെ ഗാണ്ഡീവവും ആവനാഴിയും താഴെ വെച്ച് നിശബ്ദനായിരുന്നപ്പോഴാണ് അർജുനന് മനസ്സിലായത് തൻ്റെ കഴിവിൻ്റെ അപ്പുറമുള്ളതാണ് തൻ്റെ ജീവിതം. ആ തിരിച്ചറിവാണ് അർജുനനെ കൊണ്ട് കൃഷ്ണനെ ശരണാഗതി പ്രാപിപ്പിച്ചത്. അപ്പം ജീവിതം വഴിമുട്ടുമ്പോഴാണ് ശരണാഗതി ഉണ്ടാവുക, അല്ലാതെ ശരണാഗതി അടിയാൻ പറ്റില്ല. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറയാം, പക്ഷെ ശരണാഗതി പ്രാപിക്കാൻ പറ്റില്ല. ശരണാഗതി എങ്ങനെയാണ് പ്രാപിക്കുക? ശരണാഗതി പ്രാപിക്കുന്നത് ജീവിതത്തിലൂടെയാണ്. ജീവിതത്തിലൂടെ എങ്ങനെയാണ് ശരണാഗതി പ്രാപിക്കുക? ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സാധാരണമായ ജീവിതത്തെ അതിൻ്റെ ബുദ്ധിമുട്ടുകളോടും പ്രയാസങ്ങളോടും കൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ എല്ലാവർക്കും, ഒരു കുഞ്ഞുകുട്ടിയും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിൽ ചെന്നുപെടും. പ്രതിസന്ധിയിൽ പെടാത്തതായിട്ടുള്ള ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഞാനടക്കമുണ്ടാവുകയില്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാന്റെ കോപമാണ്. അങ്ങനെ ഇവിടെ വന്ന് കുറേ വഴിപാടുകളൊക്കെ കഴിച്ചു, ഒരു രക്ഷയില്ല. അപ്പം അടുത്ത ഇതൊക്കെ അറിയാവുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്കെല്ലാം അറിയാം. അവരെയാണ് പ്രശ്നക്കാർ എന്ന് വിളിക്കുന്നത്. ഒരു പ്രശ്നവുമായിട്ട് പോയാൽ നിരവധി പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വരുന്നത് കൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് പ്രശ്നക്കാർ. ആരെടുത്താ പോണേ? പ്രശ്നക്കാരൻ്റെ അടുത്ത് പോവുക. പിന്നെ എങ്ങനെയാ പ്രശ്നം തീരുക? പോണ്ടത് ആരെടുത്താ? ശാന്തിക്കാരൻ്റെ അടുത്താ പോണ്ടത്. 100,000 പ്രശ്നം കൊണ്ട് ഈ ശാന്തിക്കാരൻ്റെ അടുത്ത് ചെന്ന് നോക്ക്. ശാന്തിക്കാരൻ പറയും ദിവസവും രാവിലെ കുറച്ച് നാൾ കുളിച്ചു തൊഴുതോ. നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള ശാന്തിക്കാർ അങ്ങനെ പറയുമോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ശാന്തിക്കാർ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അവർ പണ്ടൊക്കെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെ പറയുന്ന അനവധി ശാന്തിക്കാരുണ്ട്. വന്ന് തൊഴുതോളൂ. ഇപ്പം കയ്യിൽ കാശൊന്നുമില്ല, വേണ്ട, ഭഗവാൻ എന്തിനാണ് നിങ്ങളുടെ കാശ്? വന്ന് തൊഴുതോളൂ, നിർമാല്യം തൊഴുതോളൂ, ഇവിടെ വന്ന് കുറച്ച് നേരം നാമം ജപിച്ചോളൂ. അപ്പം ശാന്തിക്കാരൻ സമാധാനം തരുന്നയാളാണ്. അയാളെ പുച്ഛായപ്പം നമുക്കിപ്പം കേമനാരാ? പ്രശ്നക്കാരൻ. ജീവിതത്തിൽ പ്രശ്നം ഒഴിഞ്ഞ് നേരം ഉണ്ടാവുമോ?
നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം. ശാന്തിക്കാരൻ പ്രധാനിയും പ്രശ്നക്കാരൻ അപ്രധാനിയുമായി തീർന്നാൽ മാത്രമേ ജീവിതം രക്ഷപ്പെടുള്ളൂ. എനിക്ക് അവരോടൊന്നും യാതൊരു കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇതെൻ്റെ അഭിപ്രായം. ഞാനിത് മാറ്റമൊന്നുമില്ല, പക്ഷെ വ്യക്തിപരമായിട്ട് ആരെ ഉപദ്രവിക്കുക കൊള്ളിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. അപ്പോൾ ഈ നമ്മൾ പ്രശ്നക്കാരൻ തോന്നും, പ്രശ്നക്കാരൻ കുറേ വഴിപാട് പറയും, പ്രശ്നക്കാരെ പലരെയും മാറ്റി നോക്കും. വഞ്ചി തിരുനക്കര തന്നെ. അപ്പോൾ ആരോ പറഞ്ഞു, അടുത്ത ദിവ്യന്മാരുണ്ട് വാസ്തുവിദ്യക്കാർ, അവരെ വീട്ടിൽ കയറ്റിയാൽ വീട് പൊളിക്കേണ്ടി വരും. ഏത് വീട്ടിൽ അവർ കയറുന്നു ആ വീടിൻ്റെ മോന്തായം അവർ പൊളിച്ചിരിക്കും. അത് ഒരാൾ പറഞ്ഞ സാധനമാണെങ്കിൽ അടുത്ത ആൾ ഉറപ്പാണ് അത് പൊളിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ വാസ്തുവിദ്യക്കാരനെ കൊണ്ട് എന്നിട്ടൊന്നും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. പെടാപ്പാടുകളിൽപ്പെട്ട് നട്ടം തിരിയാണ് മനുഷ്യർ. എന്തായിരിക്കും കാരണം? ഈശ്വരൻ എന്തിനാ എന്നോടും നിങ്ങളോടും കോപിക്കേണ്ട ആവശ്യം? എന്നോടും നിങ്ങളോടും കോപിക്കത്തക്ക വിധത്തിൽ ഞാനും നിങ്ങളും ഈ ഭഗവാനോട് എന്താ ചെയ്തത്? ഇതിലെ പോകുമ്പോഴൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നടയിലൊന്ന് തൊഴുതിട്ടേ പോകാറുള്ളൂ. എന്തിനാണ് വെറുതെ ഈ വഴിയും ആ വഴിയും പോകുന്നത്? എൻ്റെ നേരെ കയ്യിലിരിക്കുന്ന ശൂലം എടുത്ത് തോന്നുന്നത് ഇവർ ഗുണ്ടകളാണോ? ആവാൻ വഴിയില്ല. കാരുണ്യവാന്മാരെന്നാണ് പറയണത്, അപ്പോൾ അതാവാൻ വഴിയില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്തിനാ? നമ്മുടെ ഉയർന്ന ബോധതലത്തിലേക്ക് നമുക്ക് പോകുവാൻ വേണ്ടി സാധാരണമായ ജീവിതത്തെ വഴിമുട്ടിക്കുകയാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് ദത്താത്രേയ മഹാരാജിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അദ്ദേഹം അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോഴാണ് നമ്മളുടെ നിത്യവും ജീവിക്കുന്ന പ്രാകൃതമായ അല്പമായ ജീവിതം, അതൊന്ന് ആലോചിച്ച് നോക്കൂ, അത് പരിമിതമായ ജീവിതമാണ്, ആർത്തിയുടെ ജീവിതമാണ്, ദേഷ്യത്തിൻ്റെ ജീവിതമാണ്, അസൂയയുടെ ജീവിതമാണ്, കുനിഷ്ടും കൊള്ളരുതായ്മയുടെയും ജീവിതമാണ്. തികച്ചും സങ്കുചിതമായ ആ ജീവിതത്തെ മുട്ടിക്കുമ്പോൾ വിപ്രഹ, അറിവുള്ളവർ, ചിന്തിക്കുന്നവർ അവരെന്ത് ചെയ്യും? അവർ ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പരിശ്രമിക്കുവാനുള്ള പല വഴികളും തേടിക്കഴിഞ്ഞതിന് ശേഷവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ഒരാൾ എന്താ ചെയ്യുക? തൻ്റെ കഴിവ് കൊണ്ടല്ല ഈ ലോകം സഞ്ചരിക്കുന്നതും നടക്കുന്നതും എന്ന് തിരിച്ചറിയും അയാൾ. നമ്മുടെ ഈ ജീവിതത്തെ ഒന്ന് ഫ്ലാഷ് ബാക്ക് ആക്കിയിട്ട് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്ന് കണ്ടു നോക്കൂ. ഫ്ലാഷ് ബാക്കിൻ്റെ നിറ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞത്. അതിന് വലിയ കളറൊന്നുമില്ല, അതും കൊണ്ടും കൂടിയാണ് അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നത്. കളർഫുൾ ആയിട്ടുള്ളത് പ്രസൻ്റാണ്, കളർലെസ് ആണ് പഴയത്. ആ പഴയതിലേക്കൊന്ന് പോയി നോക്കൂ. നമ്മുടെ ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെയാണോ മുന്നോട്ട് പോയിട്ടുള്ളത്? നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനോഹരമായ വീട്ടിലിരിക്കുന്ന കത്തി കണ്ടപ്പോൾ അതെടുത്ത് കളിക്കണമെന്ന് തോന്നി. അന്ന് അത് തരാതിരുന്ന അമ്മയെ ചീത്ത വിളിച്ചു. ഇന്ന് സുന്ദരമായ നമ്മുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ അന്ന് അമ്മ ചെയ്ത പ്രവൃത്തി കാരുണ്യമൂറിയതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് പോലെ അന്ന് അമ്മ ആ കത്തി നമുക്ക് തന്നിരുന്നുവെങ്കിൽ, അതുപയോഗിച്ച് നാം കളിച്ചിരുന്നുവെങ്കിൽ ഈ വിരലുകൾ ഇതേപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് മുറിഞ്ഞു പോകാം. ഉപയോഗിക്കാൻ അറിയാത്ത സാധനങ്ങൾ ഉപയോഗിച്ചാൽ അപകടമുണ്ടാകും. ഈ തിരിച്ചറിവോടുകൂടിയ അമ്മയുടെ കാരുണ്യമാണ് നമ്മുടെ പല ആവശ്യങ്ങളും നിരസിച്ചത്. അന്നു നമുക്ക് അമ്മയോട് ദേഷ്യം തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയുടെ ആ കരുണയാണ് നമ്മളെ ഇങ്ങനെ നിലനിർത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതം ഞാനും നിങ്ങളും വിചാരിച്ചതുപോലെയാണോ പോയിട്ടുള്ളത്? ഞാനും നിങ്ങളും വിചാരിച്ചതനുസരിച്ചിട്ടാണോ നാളെ മറ്റന്നാളും ഒക്കെ നടക്കാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു അദൃശ്യ കരസ്പർശം ഇല്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ കാര്യം പോയിട്ടുള്ളത്? ആലോചിച്ച് നോക്കൂ. പഴയ കാലത്ത് വിവാഹം കഴിക്കുന്നു, പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു, എല്ലാം സെക്യൂർ ആണെന്ന് പറഞ്ഞ് പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ആ വിവാഹത്തിൻ്റെ ആയുസ് 6 മാസം. അപ്പം അതുകൊണ്ട്
നമ്മൾ വിചാരിക്കുന്നത് പോലെയാണോ ലോകം പോകുന്നത്? അല്ല. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ഇത് പറയാനും ഇത് കേൾക്കാനും അത്യാവശ്യം ആരോഗ്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ഇല്ലേ? ആ നമ്മളുടെ ജീവിതത്തെ നമ്മളറിയാതെ നാം മുന്നോട്ട് നയിച്ചത് ഒരു അദൃശ്യ കരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു അദൃശ്യ ശക്തിയുടെ സംരക്ഷണയിലാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതം. റോഡ് മുറിച്ച് ചാടുന്ന, ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പട്ടിയുടെ ജീവിതത്തെ പോലും ഈശ്വരനാണ് സംരക്ഷിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള കരുതലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുന്നവരുടെ വണ്ടിക്കിടയിൽപ്പെട്ട് ചാവുന്ന മൃഗങ്ങൾ എത്രയുണ്ട്? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിനെ സംരക്ഷിക്കുന്നത് ആരാ? ഈ നാട്ടിലുള്ള സകല പറവകളെയും സംരക്ഷിക്കുന്നത് ആരാ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണ്ടുന്നതും വേണ്ടാത്തതുമൊക്കെ ഒരുക്കി തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന അദൃശ്യമായ ആ കര വിരുദിനെ ഞാൻ ഈശ്വരൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. അത് നാമരൂപങ്ങൾക്ക് അതീതമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഏതു പേരിട്ട് വിളിച്ചാലും അതല്ലാതെ വേറൊന്നുമാവില്ല. അപ്പോൾ ആ ഈശ്വരൻ്റെ അദൃശ്യ കരവിന്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ശ്രദ്ധയോടുകൂടിയൊന്ന് കഴിഞ്ഞ നാളുകളിലേക്ക് കണ്ണോടിച്ചാൽ മതിയാകാവുന്നതാണ്. പ്രതിസന്ധികളിൽ വീർപ്പുമുട്ടി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ഗത്യന്തരമില്ലാതെ പെരുവഴിയിൽ നിൽക്കുന്ന സമയത്തറിയാതെ ഈ തിരിച്ചറിവ് നമ്മളെ സമർപ്പണമുള്ളവരാക്കി തീർക്കും. അർജുനൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചതുപോലെ ആ തൃച്ചേവടികളിൽ ചെന്ന് നമ്മളും ശരണം പ്രാപിക്കും. അല്ലയോ ഭഗവാനെ, എൻ്റെ ജീവിതത്തെ ഞാനാണ്, എനിക്ക് വേണ്ടപ്പെട്ടവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ധരിച്ചിരുന്നു. ആ ധാരണ തികച്ചും തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ജീവിച്ചതുകൊണ്ട്. എൻ്റെ കഴിവിനനുസരിച്ച്, എൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ ജീവിച്ചപ്പോൾ ആ ജീവിതം വഴിമുട്ടിയപ്പോൾ അവധാനതയോടുകൂടി എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയ എനിക്ക് മനസ്സിലായി, ജനിച്ച അന്നു മുതൽ നാളിന്നു വരെ ഒരു അദൃശ്യ കരസ്പർശം എൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം റോഡുകളിൽ അപകടം പറ്റേണ്ടിടത്ത് നിന്ന് എന്നെ നിങ്ങളെയും ആ ഈശ്വരൻ രക്ഷിച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം അന്നം മുട്ടി വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അന്നവുമായിട്ട് ആ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം ദാഹിച്ച് വരണ്ട ചുണ്ടുകളോട് കൂടിയപ്പോൾ വെള്ളവും കൊണ്ട് ആരൊക്കെയോ ആ വഴി പോയിരുന്നു. ഇതൊക്കെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളാണ്. ആ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അടിസ്ഥാനരഹിതമാണ്. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അടിസ്ഥാനരഹിതമാണ്. ഈശ്വരൻ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം മാത്രമേ പ്രസക്തമായിട്ടുള്ളൂ. ഈശ്വരൻ വേണം. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ വേണം. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ മഹർഷീശ്വരന്മാർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളത്? കാൾ യുങ് എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പറഞ്ഞത് 35 വയസ്സ് കഴിഞ്ഞാൽ, അതായത് മധ്യവയസ്കരായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഈശ്വര വിശ്വാസവും ഒരു മതസങ്കല്പവും ഉണ്ടാവുന്നത് അവരുടെ ജീവിതത്തെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുവാൻ അനിവാര്യമാണ്. അപ്പം ഈശ്വരൻ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഈശ്വരൻ വേണം. എന്തിനാ? ഈ ശുഷ്കമായിട്ടുള്ള, പ്രാകൃതമായിട്ടുള്ള, വികലമായിട്ടുള്ള, വികൃതമായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെ മറ്റൊരു തലത്തിൽ നിന്ന് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കാൻ ഈശ്വരൻ വേണം. ആ ഈശ്വരനെ നമ്മൾ എപ്പോഴാണ് ശരണാഗതി പ്രാപിക്കുക? ഈശ്വരനെ നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ, വിപ്രൻ എന്നാണ് ശബ്ദം ഇതിൽ ഉപയോഗിച്ചത്. വിപ്രൻ, വേദപാരായണാത് വിപ്ര, വേദം വിത് എന്നുള്ള ധാതുവിൽ നിന്ന് അറിവിനെ ചർവിത ചർവണം ചെയ്യുന്നവർ ആരോ അവര് വിപ്രന്മാർ. അതായത് അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വിപ്രന്മാർ. അവർക്ക് എന്തുണ്ടാവും? ജീവിത പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ശരണാഗതരായി തീരും. അവർ ശരണാഗതി പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മൃദുമന്ദഹാസത്തോടുകൂടി വേണ്ടുന്ന കാര്യങ്ങൾ അശരീരിയായിട്ട്, ഇൻറ്റ്യൂട്ടീവ് അറിവായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും സന്തുക്കളുടെ വാക്കിൽ നിന്ന് ഈശ്വരൻ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സംസ്കൃതിയിലെ മനുഷ്യ ജീവിതത്തെ കൊരുത്തീർത്ത് വെച്ചിരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ? ഇതെല്ലാം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു.
മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്ന് പഠിപ്പിച്ചതിനെ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മക്കളെ പഠിപ്പിക്കുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് കുറച്ച് ഇംഗ്ലീഷ് ഉച്ചാരണത്തോടു കൂടിയായ ഗംഭീരായി. എന്താ ഈ മക്കളെ പഠിപ്പിക്കുന്നത്? മക്കളെ അങ്ങ് ആകാശത്ത് വിദൂരതയിൽ വജ്രസമാനമായി മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളെ കണ്ടില്ലേ? അത് കണ്ട് അന്തവും കുന്തവും ഇല്ലാതെ വണ്ടറടിച്ച് നിന്നോളെ. അത് നിനക്ക് കിട്ടൂല. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ സ്കൈ സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. അങ്ങനെ കുറച്ച് കാലം വണ്ടറടിച്ച് നിന്നപ്പം മക്കൾ ചോദിച്ചു, എന്നാൽ വല്ല പണിയും ചെയ്യട്ടെ എന്ന്. രണ്ടാമത്തെ റൈം പഠിപ്പിച്ചു. ജാക്ക് ആൻഡ് ജിൽ വെൻറ്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ ആൻഡ് ജിൽ കെയിം ടംപ്ലിംഗ് ആഫ്റ്റർ. മക്കളെ, പണ്ട് ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു. ഇവർ പണി ചെയ്യാൻ പോയതാണ്. എന്തുപറ്റി? തലയും കുത്തി താഴെ വീണ് രണ്ടിൻ്റെയും കഴുത്തൊടിച്ചു. ജാക്ക് ആൻഡ് ജിൽ വെൻറ്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ ആൻഡ് ജിം കെയിം ടംപ്ലിംഗ് ആഫ്റ്റർ. എന്നാൽ മക്കളെ, അച്ഛ അമ്മേ ടീച്ചർമാരെ വെറുതെ ഇരുന്നോട്ടെ. ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ, ഹംറ്റി ഡംറ്റി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ. വെറുതെ ഇരുന്നാലും താഴെ വീഴും. ഇനി എന്തെങ്കിലും ചെയ്തു പോകുമോ മക്കൾ എന്ന് വിചാരിച്ച് നാലാമത്തെ റൈമു കൊണ്ട് അവരുടെ സകല സർഗാത്മകതയെ ഇല്ലാണ്ടാക്കുകയാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിംഗ് ഡൗൺ, ഫോളിംഗ് ഡൗൺ, ഫോളിംഗ് ഡൗൺ. ഓം ശാന്തി, ശാന്തി, ശാന്തി. മക്കളെ, ഒന്നും ചെയ്യരുത്, ആരെയും സഹായിക്കരുത്, ഒന്നും ചെയ്യരുത്. മാനം നോക്കി കിട്ടാത്തതിനെ നോക്കി അന്തവും കുന്തവും ഇല്ലാതെ നിന്നോളാൻ. അതാണ് സംസ്കാരം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന 4 സൂത്രവാക്യങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ലോകം മുഴുവൻ ഈശ്വരനായി കാണാൻ പഠിപ്പിച്ചിരുന്നു. ലോകം മുഴുവൻ ഐശ്വര്യമുള്ളതായി കാണാൻ പഠിപ്പിച്ചിരുന്നു. ആ ഐശ്വര്യത്തിൻ്റെ ഭാഗമാകാൻ പഠിപ്പിച്ചിരുന്നു. അതൊക്കെ മാറിയതുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറി ശരണാഗതരാകുന്നതിന് പകരം ഡിപ്രസ്ഡ് ആകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരെ അന്വേഷിക്കുന്നതിന് പകരം സൈക്യാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും തെരഞ്ഞു പോകുന്നത്. ആ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകർന്നു പോവുകയല്ല ഭാരതീയ സംസ്കൃതിയിൽ ഉറച്ചു നിൽക്കുന്നവർ ചെയ്യുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശ്വര കൃതഹസ്തങ്ങളാണ് എൻ്റെ ജീവിതത്തെ വിന്യസിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ആ പാദപത്മങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈശ്വര പ്രസാദം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹാദേവ. ആ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമേ, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മഹത് ഭയത്തിൽ നിന്ന് രക്ഷയുണ്ടാവുകയുള്ളൂ. ആ മഹത് ഭയത്തിൽ നിന്ന് രക്ഷയുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ മഹത് ഭയത്തിൽ നിന്ന് രക്ഷയുണ്ടാകണമെങ്കിൽ 2 എന്നുള്ള തോന്നലിൽ നിന്ന് 1 എന്നുള്ള അദ്വൈതവാസന, 1 എന്നുള്ള തോന്നലിലേക്ക് പോകാൻ സാധിക്കണം. ആദ്യത്തെ ശ്ലോകം കൊണ്ട് അതാണ് പറഞ്ഞത്. നിങ്ങൾ ഈശ്വരാനുഗ്രഹാദേവ, ഇത് സാധിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. ജീവിക്കുന്ന സമയത്ത്, ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണർത്തുന്ന സമർപ്പണം ചെയ്യണം. ആ സമർപ്പണത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് വികസിതമായ ബോധത്തിലേക്ക് ഉയരാൻ സാധിക്കും. എത്ര ഗംഭീരമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ബാക്കി അറിവുകൾ സ്വാംശീകരിക്കുക എന്ന് മഹാനായിട്ടുള്ള അവധൂത മുനി നമുക്ക് പറഞ്ഞു തന്നു. ദത്താത്രേയ മഹർഷി പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകം കൂടെ പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഉത്തരവാദിത്വത്തിന്. രണ്ടാമത്തെ ശ്ലോകം ഇത്ര വിസ്തരിച്ച് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ചൈനീസ് പടക്കമൊക്കെ കണ്ടിട്ടില്ലേ? പൊട്ടിക്കുന്ന സമയത്ത് മുകളിൽ പോയി പലതരത്തിൽ ഇങ്ങനെ പൊട്ടി തരുന്ന പോലെയാണ് ഈ ഭാരതീയ സംസ്കൃതിയിലെ സംഗതി. ഒന്ന് തൊട്ടാൽ ഉടനെ അടുത്തയിലേക്ക് പോകും, പിന്നെ അടുത്തയിലേക്ക് പോകും, പിന്നെ അടുത്തയിലേക്ക് പോകും. എത്ര പോയാലും നമുക്ക് മതി വരില്ല. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആദ്യം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാണ് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടിൻ്റെ മഹത്വം. ഇനി രണ്ടാമത്തെ ശ്ലോകം കൂടെ കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. ഏനേദം പൂരിതം സർവം ആത്മനൈവാത്മനാത്മനി നിരാകാരം കഥം വന്ദേ ഹ്യഭിന്നം ശിവം അവ്യയം. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് നമസ്കരിക്കേണ്ടത്? ഈശ്വരാനുഗ്രഹം കൊണ്ട് ശരണാഗതി പ്രാപിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് അഭേദതലത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ആരെയാണ് നമസ്കരിക്കേണ്ടത്? നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്നുണ്ടാവണം. എന്നിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്നുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരെ നമസ്കരിക്കും? ഞാനെന്ന് പറയുന്നത് അവിടുന്ന് തന്നെയല്ലേ.
അപ്പം ഞാൻ ആരെയാണ് നമസ്കരിക്കേണ്ടത്? ഏനേദം പൂരിതം സർവം ആത്മൻ ഐവ് ആത്മാനമാത്മനി. എല്ലാത്തിനെയും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ തന്നെ ഞാൻ ഒരാത്മാവാണ്. എന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. സർവം ഖലുവിധം ബ്രഹ്മ, ഉപനിഷത്ത് വാക്യങ്ങൾ. ഇത് മുഴുവനും ബ്രഹ്മമാണ്. ഈശ്വരനല്ലാതെ വേറെ ഒന്നിനെയും ഇവിടെ കാണാൻ സാധിക്കില്ല. ഈശ്വരൻ അല്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ജ്ഞാനാർണവം എന്ന തന്ത്രഗ്രന്ഥം അതുകൊണ്ട് പറയുന്നു, പവിത്രം സകലം ചൈവ വാസനാകുൽസിതാ ഭവേത്. ഈ ലോകത്തുള്ളതെല്ലാം പവിത്രമാണ്. അപവിത്രമാക്കുന്നത് നമ്മളുടെ മനസ്സാണ്. എല്ലാം പവിത്രമാണ്. അപ്പോൾ ഇവിടെ ഈ ശരണാഗതി പ്രാപിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് അദ്വൈത വാസന ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഭേദമില്ല. ഞാനല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ആരെ നമസ്കരിക്കും? അപ്പോൾ എന്നാൽ നമസ്കരിക്കപ്പെടേണ്ടവരായിട്ട് ആരുമില്ലാതായി തീരും. അപ്പോഴോ എന്നെ നമസ്കരിക്കേണ്ടവരും ഇല്ലാതായിത്തീരും. അതും കൂടി ഇതിൻ്റെ ചേർത്ത് വായിച്ചില്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവും. എന്നാൽ നമസ്കരിക്കപ്പെടേണ്ടവർ മാത്രമല്ല ഇല്ലാതായിത്തീരുന്നത്, എന്നെ നമസ്കരിക്കേണ്ടവരും ഇല്ലാതെയായിത്തീരും. ഇവിടെ ഉള്ളത് മുഴുവനും ഒന്നു തന്നെയായിത്തീരും. മത്ത പരതരം ന അന്യർ കിഞ്ചിതസ്തി ധനഞ്ജയ. ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ എന്താ പറഞ്ഞത്? എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്ത് വേറെ യാതൊന്നും തന്നെയില്ല. എനിക്ക് നമസ്കാരയോഗ്യരായിട്ട് ഈ ലോകത്ത് വേറൊന്നുമില്ല. കാരണം ഭേദമില്ല. എന്നെ നമസ്കരിക്കേണ്ടതായിട്ടും ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഇത് പറഞ്ഞപ്പം ഞാൻ ഓർത്ത് എഴുതി വെച്ച ഒരു ശ്ലോകവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കിന്ന് തീരും. ഉറവങ്കര കൃതികൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ മനോഹരമായിട്ടുള്ള ദേവീപരമായ കവിതകൾ രചിച്ച ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉറവങ്കര എന്ന് പറഞ്ഞ ഇല്ലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം എഴുതിയ ദേവീ കീർത്തനങ്ങളെല്ലാം കൂടി സംഗ്രഹിച്ച് പഞ്ചാംഗം ബുക്ക് സ്റ്റാളുകാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഉറവങ്കര കൃതികൾ എന്നുള്ള പേരിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു സ്തോത്രത്തിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഇവിടെ ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി ചൊല്ലി അവസാനിപ്പിക്കാൻ പോകുന്നത്. കവി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ദേവിയോടൊന്നല്ല, ദേവി എന്ന് പറയുന്നത് ദേവൻ തന്നെയാണ്. വിഷ്ണു എന്ന് പറയുന്നത് തന്നെയാണ് ശിവൻ. ചരാചരാത്മകം വിശ്വം വിഷ്ണുരേവ ന സംശയ. വിഷ്ണുരേവ ചരാചരാത്മകം വിശ്വം വിഷ്ണുരേവ ന സംശയ. വിഷ്ണു ശിവനാണ്, ശിവൻ ദേവിയാണെന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ചരാചരാത്മകമായിട്ടുള്ള വിശ്വം വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ ദേവിയാണ്. ദേവി എന്ന് പറഞ്ഞാൽ സാപി ദേവി ശിവസ്വയം. ആ ദേവി ആരാ? ദേവി എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവനും വിഷ്ണുവും ദേവിയും ഒക്കെ ഒരേ സത്തയുടെ വ്യത്യസ്ത പേരുകളാണ്. അക്രൂരൻ ഭഗവാനെയും കൂട്ടി വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നുണ്ട് കംസനിഗ്രഹാർത്ഥമായിട്ട്. അപ്പോൾ രാവിലെ ആയപ്പോൾ യമുനയിൽ കുളിക്കാൻ വേണ്ടി മുങ്ങിയ അക്രൂരൻ പത്മനാഭനായിട്ടുള്ള ഭഗവാനെ കാണുകയാണ്. അനന്തശായിയായ പത്മനാഭനായ ഭഗവാനെ ദർശിക്കുകയാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട്. അപ്പോൾ ആ പത്മനാഭൻ അക്രൂരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ ശിവരൂപത്തിലും പൂജിക്കാം. 10ാം സ്കന്ധം ഭാഗവതം. അപ്പം എന്നെ ശിവരൂപത്തിലും പൂജിക്കാം. ചരാചരാത്മകം വിശ്വം വിഷ്ണുരേവ ന സംശയ. വിഷ്ണു സാക്ഷാത് ഉമാദേവി സാപി ദേവി ശിവസ്വയം. ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ദേവി എന്ന് പറഞ്ഞാൽ ദേവനാണ്. ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഞാനാകുന്നതു നീ ശിവേ. ആത്യന്തികമായിട്ട് ആലോചിച്ചാൽ ഈ ലോകത്ത് ഒന്ന് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ശരിക്കും ആരാ? ഞാൻ നീയാണ്. ഞാനാകുന്നതു നീ ശിവേ ഭവതിയായിടുന്നതീ ഞാൻ. അമ്പലത്തിൽ പൂജിക്കുമ്പം അങ്ങനെയാണ് പൂജിക്കുക. പൂജ എന്ന് പറയുന്നത് പ്രതിബിംബമാണ് എന്നാണ് പറയുക. അതായത് ആവാഹന എന്ന് പറയുന്നത് തൻ്റെ തന്നെ പ്രതിബിംബത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ പ്രതിബിംബത്തെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന, പ്രതീകാരാധന എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഭവതിയാകുന്നതീ ഞാൻ വൃഥാ നാനാദിക്കുകളിൽ പ്രകാമമിഹത്തെ വാസസ്ഥലാന്വേഷണം. നീ എവിടെയാ വസിക്കുന്നത് എന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഒരുപാട് സ്ഥലത്ത് നടന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. എന്താ കാരണം? സ്ഥാനാതിക്രമം എൻ്റെ കൊണ്ടു തവ കണ്ട് എന്നെ ഭജിക്കുന്നു ഞാൻ. സ്ഥാനത്തെ അതിക്രമിച്ച്, ഞാൻ എന്ന ഇട്ടാവട്ടത്തിലുള്ള സ്ഥാനത്തെ അതിക്രമിച്ച് തവ കണ്ട് എന്നെ ഭജിക്കുന്നു ഞാൻ. നീ ഞാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ഭജിക്കുന്നു.
ന്യൂനാതിക്രമം പൊറുത്തവിരതം, ഏറ്റക്കുറച്ചിലുകളെ പുറത്തിട്ട് ഇടതടവില്ലാതെ നിങ്കൽ പ്രസാദിക്ക നീ, നിന്നിൽ നീ പ്രസാദിക്ക. ഉയർന്ന അഭേദ തലത്തിലുള്ള ഒരു സ്തുതിയാണ്. രണ്ട് എന്നുള്ള അവസ്ഥ ഇല്ലാതെയായിത്തീരും. ഇനി ബാക്കി അങ്ങോട്ട് ഈ രണ്ട് എന്നുള്ള അവസ്ഥ ഇല്ലാതെയായി തീരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും വാക്കുകൾ മാത്രമാണ്. ആ അവസ്ഥ എന്താണ് എന്ന് എത്ര വർണ്ണിച്ചാലും നമുക്കത് മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം പഞ്ചസാരയുടെ മധുരം പോലെയാണത്. പഞ്ചസാര ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പഞ്ചസാരയുടെ മധുരം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അത് ശർക്കരയുടെ മധുരമല്ല, അത് തേനിൻ്റെ മധുരമല്ല, അത് ആപ്പിളിൻ്റെ മധുരമല്ല, അത് പഴത്തിൻ്റെ മധുരവുമല്ല. പഞ്ചസാര കഴിച്ചാൽ മാത്രമേ പഞ്ചസാരയുടെ മധുരം അറിയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതുപോലെ അഭേദ തലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അഭേദ തലത്തിലേക്ക് എത്തണം. അതിനെന്താ വേണ്ടത്? അതിന് നമ്മുടെ ഈ സാധാരണമായ ജീവിതം ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വന്ന് ഇവരെ ദത്താത്രേയ മഹാരാജൊക്കെ പ്രത്യക്ഷ ദേവനാണെന്നാണ് പറയണത് കലിയുഗത്തിൽ. ഇവരെയൊക്കെ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഇവർ ഗുരുക്കന്മാരാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതീന്ദ്രിയ തലത്തിൽ ദർശനം തരും എന്നാണ് നമ്മുടെ ശാസ്ത്രം നമ്മളോട് പറയണത്. അപ്പം ഇവരുടെ തൃച്ചേവടികളിൽ ഈ സാധാരണമായ ജീവിത ധൃതികൾക്കിടയിൽപ്പെടുമ്പോഴും ഇടയ്ക്കൊന്ന് വന്നു തൊഴുതു, കയ്യിൽ പറ്റുന്നതിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്തു. നമ്മുടെ ജീവിത പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പറ്റുന്ന ഒരു രീതി ഭഗവാന് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കുണ്ടാകുന്നു എന്ന തിരിച്ചറിവിൻ്റെ ഒരു ടോക്കണാണ് വഴിപാട്. വഴി പോലെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം ഈശ്വരാർപ്പണമായി സമർപ്പിക്കുന്നതാണ് വഴിപാട്. അല്ലാണ്ട് അത് ഈ കൈക്കൂലിയൊന്നുമല്ല, അതൊരു തിരിച്ചറിവാണ്. അപ്പം ഇവിടെ വരിക, പ്രദക്ഷിണം വയ്ക്കുക, പറ്റുന്നത് കഴിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ശരണാഗതരായി തീരുവാൻ അനുഗ്രഹിക്കണേ എന്ന്. എന്തിനാ അങ്ങനെ അനുഗ്രഹിക്കുന്നത്? ആ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ആനന്ദാതിരേകം ഈ ലോകത്ത് വേറെ എന്തു കിട്ടിയാലും അതിന് തുല്യമാവുകയില്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യപതിയായി തീരുവാൻ, ഈ ലോകത്തിൻ്റെ ചക്രവർത്തിനികളായി തീരുവാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് വികസിത ബോധസ്വരൂപികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അതും ഇതും തുച്ഛവും നിസാരവും അനിത്യവുമായതല്ല ഭഗവാനെ എനിക്ക് വേണ്ടത്. എൻ്റെ ജീവിതത്തെ വിധിയാകും വണ്ണം ധൈര്യത്തോടുകൂടി ജീവിക്കുവാനും, ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാൻ എൻ്റെ കഴിവിൻ്റെ പരിധി അനുസരിച്ച് പരിശ്രമിക്കുവാനും, കഴിവിൻ്റെ പരിമിതി അനുസരിച്ചും പരിധി അനുസരിച്ചും പരിശ്രമിച്ചിട്ടും എൻ്റെ പ്രതിസന്ധികൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശരണാഗതരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇവിടെ വരിക, കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കുക, ഈ പുണ്യസങ്കേതത്തിൽ നാമങ്ങൾ ചൊല്ലുക, നമ്മുടെ സാധാരണമായ ജീവിതം ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എല്ലാ ദേവതകളുമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, മഹാലക്ഷ്മിയുണ്ട്, ഗന്ധർവനും യക്ഷിയുമുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്. ഒരു ബുഫേ ഡിന്നർ പോലെയാണ്, ഏത് ദേവത വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഒറ്റ സ്ഥലത്ത് ഇതൊക്കെ വരികയാണ്. നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് വന്ന് നമുക്ക് ജനിക്കാൻ സാധിക്കുന്നത്. കലിയുഗവരതനായ ഒരു ഈശ്വരൻ. അവിടെ ചെല്ലുക, തൊഴുക, കഴിവിനനുസരിച്ച് സഹായിക്കുക, നാമം ജപിക്കുക, ജീവിക്കുക, ശ്രദ്ധയോടുകൂടി ജീവിക്കുക. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അപരിഹാര്യമായ പ്രതിസന്ധികളിൽ പെടുമ്പോൾ ഈശ്വരേച്ഛയാണ് എന്ന തിരിച്ചറിവോടുകൂടി ശരണാഗതി പ്രാപിക്കുക. ഈശ്വരനൊന്ന് നോക്കിയാൽ മതി, രക്ഷപ്പെടും. ഒന്ന് വെറുതെ നോക്കിയാൽ മതി, രക്ഷപ്പെടും. ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും വേണ്ട, നമ്മളെ ഒന്ന് നോക്കിയാൽ മതി, കണ്ടാൽ മതി. ഈശ്വരൻ നിസാരരായിട്ടുള്ള എന്നെയും നിങ്ങളെയും ഒന്ന് കണ്ടാൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവും. നമ്മൾ അമ്പലത്തിൽ വരുമ്പം നമ്മൾ ദേവതാദർശനം മാത്രമല്ല നടത്തുന്നത്, ദേവത നമ്മളെയും ദർശിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവതാദർശനത്തിനും കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത്. രണ്ടർത്ഥത്തിലും, നമുക്ക് ദേവതയെ കാണാനും ദേവതയ്ക്ക് നമ്മളെ കാണാനും. ആ കാണലിൽ നമ്മളിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം സാമ്രാജ്യമായ ആ വികസിത ബോധസ്വരൂപത്തിലേക്ക് പോകുവാൻ, സ്വജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണർത്തുന്ന സമർപ്പണ ബുദ്ധി ഉണ്ടാകാൻ ദത്താത്രേയ മഹാരാജ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും
ഇത് ശ്രദ്ധിച്ച് കേട്ടുനിന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. എല്ലാ ഭക്തജനങ്ങളുടെ പേരിൽ നിന്ന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.